മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഇതിലേതാകുന്നു എളുപ്പം? ഞാൻ വാക്യം ഒന്നുകൂടെ ആവർത്തിക്കാം. പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഇതിലേതാകുന്നു എളുപ്പം? എല്ലാ കണ്ണുകളും അടച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ ധരങ്ങളും തുറന്നു പ്രാർത്ഥിച്ചാട്ടെ, എല്ലാ ഹൃദയവും തുറന്നു പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്താനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. എല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി യേശുവിനെ ഉയർത്തുമ്പോൾ ഈ ദേശത്തിന്റെ പാപശക്തികൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ശാപത്തിന്റെ അടിവേരുകൾ പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ചില കുടുംബങ്ങൾ യേശുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്തിന്റെ എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഈ യോഗത്തിന് വിരോധമായി ചലിക്കുന്ന എല്ലാ സാത്താന്യ ഇരുട്ടറകളും തകർക്കപ്പെടാൻ, ക്രൂശിക്കപ്പെട്ട യേശു ഇന്ന് രാത്രി ദേശത്തുയരാൻ, ചില കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടാൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, അന്ധകാരങ്ങളെ കാലിന്റെ കീഴിൽ മെതിച്ചവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഈ രാത്രിക്കായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഈ സഭയ്ക്ക് വേണ്ടി, ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തെ അപ്പയുടെ കയ്യിലോട്ട് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെ ഗൗരവമുള്ള ആഴമുള്ളൊരു ദൈവത്തിന്റെ ആലോചന നിങ്ങളെ ഏൽപ്പിച്ച് ഈ യോഗം പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ഈ ഹല്ലേലൂയ പ്രതിസന്ധികളൊക്കെ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ഉള്ളതാണ്. ഇത് നമ്മൾ ഞെട്ടിപ്പോകാതിരിക്കാൻ നേരത്തെ പറഞ്ഞതാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ, ബാക്കി പറ, കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കുഞ്ഞാട് ജിമ്മിൽ പോയി ചെന്നായി ആകണമെന്ന് കർത്താവ് പറഞ്ഞില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കാഹളം ധ്വനിക്കുന്ന അന്ന് വരെ, നാം രൂപാന്തരപ്പെടുന്ന അന്ന് വരെ ദൈവസഭയ്ക്ക് ഇവിടെ പോരാട്ടങ്ങളുണ്ട്. അതറിയുന്നവരൊന്ന് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, എത്ര പോരാടിയാലും കാഹളം ധ്വനിക്കുന്നത് വരെ സഭ ഇവിടെ കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ചോരമണക്കുന്ന എത്ര അധ്യായങ്ങളുണ്ട് ദൈവത്തിന്റെ സഭയ്ക്ക്. ദൈവമക്കളെ ഗ്രൗണ്ടിൽ നിരത്തി കിടത്തി അവരുടെ മേളിൽ കൂടെ രഥം ഓടിച്ചിട്ട് അസ്ഥി ഒടിഞ്ഞും ദേഹം മുറിഞ്ഞും അവരുടെ പ്രാണൻ കൂട് തകർത്ത് പറക്കുന്നത് കണ്ട് കൈയടിച്ച് ചിരിച്ച നരാധമന്മാർ ലോകത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ശരീരം മെഴുകിന്റെ അകത്ത് മുക്കി ആ ശരീരം ഒരുമിച്ച് കത്തിച്ചു പിടിച്ചിട്ട് കൊളോസിയങ്ങളിൽ ആ മെഴുകും കർത്താവിന്റെ ദാസന്മാരുടെ ശരീരത്തിൽ നെയ്ക്കണ്ടവും കൂടെ ഉരുകുന്ന വെളിച്ചത്തിൽ പന്ത് കളി കണ്ട ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ശരീരം മൃഗത്തിന്റെ തോലിനകത്ത് ചുറ്റിയേച്ച് വെയിലത്ത് കൊണ്ടിട്ടിട്ട് പപ്പടം പൊടിയുന്നത് പോലെ അവരുടെ അസ്ഥി പൊടിഞ്ഞ് പ്രാണൻ കൂട് തകർത്ത് പറക്കുന്നത് കണ്ടു ചിരിച്ച ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്നത്? വാളുകൊണ്ട് ഗളമറുത്തിട്ട് ഉടലും നിലത്ത് കിടന്ന് ചോര ചീറ്റി പിടയ്ക്കുന്നത് കണ്ട് കൈയടിച്ച ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ത്രിവർണ്ണ പതാക ആകാശത്ത് ഉയർന്നു പറക്കുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കേ ഇന്ത്യൻ തെരുവുകളിൽ എത്ര ഗ്രാമങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ കരുണയില്ലാതെ പീഡ അനുഭവിക്കുകയാണ്. നീണ്ട വടി കൊണ്ട് തലയോട് അടിച്ചു പൊട്ടിച്ചും ചുട്ട കട്ട കൊണ്ട് നട്ടൽ ഇടിച്ചു പൊട്ടിച്ചും എത്രയോ കർത്താവിന്റെ ദാസന്മാർ. ചോദ്യം ഇതാണ്, എന്നിട്ടും എന്തിനാണ് സുവിശേഷ യോഗം? എന്നിട്ടും എന്തിനാണ് പരസ്യയോഗം? പ്രശ്നമുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാ പോരെ. നാട്ടുകാരെ, വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. പറ്റാത്തതിന്റെ ഏക കാരണം മറ്റൊരുവനിലും രക്ഷയില്ല. ആ കരമൊന്ന് ഉയർത്തി പിടിച്ചോടുന്നത് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിയുടെ മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഇന്ന് രാത്രിയിലെ എന്റെ പ്രമേയവും എന്റെ പ്രസംഗവും എന്റെ പ്രബന്ധവും യേശുവാണ്. ആമേൻ. എനിക്ക് വേദപുസ്തകത്തിൽ പ്രസംഗിക്കാൻ ആവേശമുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. 7 കുതിരയ്ക്ക് മുമ്പിൽ ഓടിക്കേറിയ ഏലിയാവ് എന്നും രക്തത്തിളപ്പാണ്. കവണയ്ക്കകത്ത് കല്ലുവെച്ച്
മോളി പറക്കുന്ന കവണ ചുഴറ്റി എറിഞ്ഞ് കട്ടിയുള്ള ഗോലിയാത്തിന്റെ നെറ്റിത്തടം പൊട്ടിച്ച ദാവീദ് എനിക്ക് ആവേശമാണ്. വഴുതി പോകുന്ന കഴുതയുടെ താടിയല്ലുകൊണ്ട് ശത്രു സംഹാരം നടത്തിയ ശിംശോൻ എനിക്ക് ആവേശമാണ്. രക്തത്തിന്റെ രൂക്ഷഗന്ധം പിടിക്കുന്ന ആമേ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങിയിട്ട് പോറല് പോലും ഏക്കാതെ കയറി വന്ന ദാനിയേല് എനിക്ക് ആവേശമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ കോട്ടവട്ടത്ത് ഉയർത്തുന്നത് കുഴിയിലിറങ്ങിയ ദാനിയേലുമല്ല, കുതിരയ്ക്ക് മുൻപിൽ ഓടിയ ഏലിയാവുമല്ല. പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ അനുവാദമുള്ള ഒരൊറ്റ നാമമേ ഈ ലോകത്തിലുള്ളൂ. ആ നാമ യേശുവിന്റെ നാമമാകയാൽ ആ കരമൊന്ന് അടിച്ചത് കർത്താവിന് മഹത്വം കൊടുക്കാൻ ആമേ മറ്റൊരുവനിലും ഇല്ലാത്തത് കൊണ്ട് രക്ഷിക്കപ്പെടാൻ ആമേൻ ഈ ലോകത്തിന് കിട്ടിയ ഏകനാമം. അതുകൊണ്ട് തന്നെ നാം യേശുവിനെ ഉയർത്തുകയാണ്. ഇരിക്കുന്ന ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിനെ കാത്തിരിക്കാൻ വളരെ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. യേശുവാരാണ്. ഇതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്നതാ, കാരണം സുവിശേഷ യോഗമായതുകൊണ്ട്. യേശുവാര് എന്തിനു ജനിച്ചു, എവിടെ, എങ്ങനെ, എന്ത് സംസാരിച്ചു, എങ്ങനെ വളർന്നു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എന്താ ശുശ്രൂഷിച്ചത്, എന്തിനാ മരിച്ചത്, എങ്ങനെയാ മരിച്ചത്, എവിടെ അടക്കി, ഉയർത്തെഴുന്നേറ്റോ എങ്കിൽ ഇപ്പോഴെവിടെ, ഇനി വരുമോ? ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ് സുവിശേഷ യോഗത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ലോകത്തിൽ വന്നവരല്ല പോകാൻ വേണ്ടി വന്നവരാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, ഈ ലോകത്തിൽ വന്നവരല്ല പോകാൻ വേണ്ടി വന്നവരാണ് എന്ന്. എന്നാൽ പോയേച്ചു വരാൻ വേണ്ടി പോയ ഒരൊറ്റയാള് ചരിത്രത്തിലുള്ളൂ, അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. കാലതാമസമില്ലാതെ യേശു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയയുടെ ഉദര കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, നിങ്ങൾ എന്നോട് കൂടെ സഞ്ചരിച്ചാട്ടെ. കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ചവൻ, ദാരിദ്ര്യമുള്ള നസറത്തിൽ ഓടിക്കളിച്ച എന്റെ കർത്താവ്, വയസ്സ് 12, 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യെരുശലേം ദേവാലയത്തിൽ മാതാപിതാക്കളോട് കൂടെ ആരാധനയ്ക്ക് പോയവൻ, ന്യായപ്രമാണത്തിന് 39 പുസ്തകങ്ങൾ അരച്ച് കലക്കി വിഴുങ്ങിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. അന്നവർക്ക് മനസ്സിലായി ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ആരാധന കഴിഞ്ഞിട്ട് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശു അടുത്ത 18 വർഷങ്ങൾ യേശുവിന്റെ അൺനോൺ പീരീഡാണ്, അറിവ് കൊടുക്കാത്ത കാലഘട്ടം. യേശു എവിടെയായിരുന്നു? 2 വാക്യങ്ങൾ. 1, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ. 2, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. പണ്ടാരോ പറഞ്ഞ ദൂത് ഒന്ന് കടമെടുത്ത് പറയാം, അതെ, അവൻ ഒരു തച്ചന്റെ കൊച്ചനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും പണിയാൻ കഴിയാത്ത പിരിഞ്ഞ തടികളെ പണിത് നേരെയാക്കാൻ, തകർന്ന കുടുംബങ്ങളെ പണിത് നേരെയാക്കാൻ, നശിച്ച തലമുറകളെ പണിത് നേരെയാക്കാൻ കഴിവുള്ള ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവർ മാത്രം ആ കരം ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. കേരളത്തിലെ കുടുംബ കോടതി 28 ഒരു വർഷം നടക്കുന്ന വിവാഹമോചനം 50,000-ആണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ആർഭാടത്തിന്റെ എവറസ്റ്റിലാണ് കല്യാണങ്ങൾ നടക്കുന്നത്. കല്ലുവെച്ച സാരിയും മൂത്തുവെച്ച ചുടിദാറും അങ്ങനെ പല കൂട്ടം ഇറച്ചിയും ഐസും ഒത്തിരി ജ്യൂസും എന്നാ കല്യാണങ്ങൾ അവിടെ നടക്കുന്നത്. പീരങ്കി പട പോലെ ഫോട്ടോ എടുക്കാൻ 1000 പേര് നമ്മുടെ മുൻപിൽ കാണും. ലൈറ്റുകൾ മിന്നുന്നുണ്ട്, തെളിയുന്നുണ്ട്. പക്ഷേ കല്യാണത്തിന് കഴിച്ച കോഴിയുടെ കാല് വയറ്റി ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്തയിൽ ചെല്ലുകയാണ്. എന്താണ് അതിന്റെ കാരണം? പിശാച് കുടുംബങ്ങളെ മലർത്തിയടിക്കുകയാണ്, പിശാച് കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ആര് പോരാടിയാലും യേശുവിനെ പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആവേശം തകർന്ന കുടുംബങ്ങളെ പണിയാൻ കഴിവുള്ള ഒരൊറ്റ നേതാവുണ്ടെങ്കിൽ നല്ലപോലെ കൈയൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങളെ, ഉടഞ്ഞുപോയ കുടുംബങ്ങളെ പണിയാൻ കഴിവുള്ള ഒരു നല്ല തച്ചൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന് വയസ്സ് 30 തികയുന്നു. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. എങ്ങോട്ടാണ് നടന്നത്? ഈ ചിലർ ഈ യോഗത്തിന് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈ യോഗത്തിൽ എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവ് ഇറങ്ങണേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, അവർ ഉറങ്ങുവാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ദയവായിട്ട് കണ്ണു തുറന്നിരുന്ന് യോഗം കൂടാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. കൺവെൻഷന് വന്ന് ഉണർന്ന് യോഗത്തിനേക്കാൻ അഭിഷേകം വേണമെന്നില്ല, ഇരിക്കുന്ന കസേരയ്ക്ക് വാടക ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. അതുകൊണ്ട് പ്ലീസ് എന്നോട് കൂടെ വന്നാട്ടെ. ആമേൻ. യേശുവിന് വയസ്സ് 30 തികയുന്നു. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. എങ്ങോട്ടാണ് നടക്കുന്നത്? 2000 അടി പൊക്കമുള്ള ആമേൻ ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിമെടുത്ത് കാട്ടാറ് പോലെ കലുതുള്ളി വരുന്ന 44 കൈത്തോടുകളുടെ അകമ്പടിയുള്ള ഒരു തോടുണ്ട് പലസ്തീനിൽ, പേര് യോർദാൻ. അങ്ങനെ കലുതുള്ളി ഒഴുകുന്ന യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ ഒരു അധികായനായ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. ആരാണെന്നറിയാമോ? ഒരു പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം വാഗ്ദത്തം കൊടുത്ത ഒരു അരുമ സന്താനം, പേര് സ്നാപക യോഹന്നാൻ.
കടുത്ത നെറ്റിത്തടമുള്ള, കട്ടിപ്പുരികമുള്ള, ക്രാരവ ശബ്ദമുള്ള, കടുത്ത ഭാഷയുള്ള നമ്മുടെ ഒരു നാട്ടുഭാഷ ഉപയോഗിക്കുകയാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഇരട്ടച്ചങ്കൻ. രാജാവിന്റെ മുഖത്ത് നോക്കി തന്റെ കുടുംബജീവിതം ശരിയല്ലടോ എന്ന് മുട്ടുവിറയ്ക്കാതെ പ്രവചിക്കാൻ അകതാരിൽ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 4. 1, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രസംഗം 3, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാ. ആമേൻ. ഈ ശക്തനായ മനുഷ്യൻ നോക്കുമ്പോൾ ഒരാൾ നടന്നു വരികയാണ്. എന്നോട് കൂടെ നിൽക്കണേ. ആരാ? നമ്മുടെ കർത്താവ്, തുലോകങ്ങളുടെ ഉടമസ്ഥൻ, പഞ്ചസാര മണ്ണുകൊണ്ട് കടലിന് അതിർത്തി വെച്ച, ചാണുവെച്ച ആകാശം അളക്കുന്ന, ആമേ തുലോകങ്ങളെ ഭരിക്കുന്ന അസാധാരണനായ ദൈവത്തിന്റെ പുത്രൻ. യോഹന്നാൻ വിറച്ചു, യോഹന്നാൻ അറച്ചു, കാല് പുറകോട്ട് വയ്ക്കുമ്പോൾ അരുത്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു യോർദാനിൽ സ്നാനപ്പെടുകയാണ്. നാട്ടുകാര്, യേശു സ്നാനപ്പെട്ടത് പാപിയായതുകൊണ്ടല്ല, യേശു സ്നാനപ്പെട്ടത് ചർച്ചയിൽ ചേരാനല്ല, യേശു സ്നാനപ്പെട്ടത് നമുക്ക് മാതൃക കാണിക്കാനാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? സ്നാനത്തിന്റെ വയസ്സ് 6 സ്നാനത്തിന്റെ വയസ്സ് 60. ഒന്നുകൂടെ പറയാം, സ്നാനപ്പെടേണ്ടവന്റെ വയസ്സ് 6 60. ബൈബിൾ പറയുന്നു മാനസാന്തരപ്പെടുന്നവൻ സ്നാനപ്പെടണമെന്ന്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? മാനസാന്തരപ്പെടുന്നവൻ. ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആമേ വേറൊരു സ്ഥലത്ത് പോയി കുറച്ച് കുഞ്ഞുങ്ങളെ ആമേ യൗവനക്കാരെ സ്നാനപ്പെടുത്താൻ വേണ്ടി സ്നാനക്കുളത്തിൽ നിൽക്കുകയാണ്. ഇറങ്ങി വന്നപ്പോൾ ആദ്യം സ്നാനപ്പെടാനുള്ള ആളോട് ഞാൻ അവിടെ വെച്ചാൽ ചോദിച്ചത്, ആമേ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഓർക്കുന്നുണ്ടെന്ന്. അന്നേരം ഞാൻ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കേട്ടില്ല. ജോസ് എനിക്ക് ചൂട് ഇതിൻ്റെ ഉള്ളിൽ തരാം, ഇതിനെ മാത്രം. ഞാൻ ചെറുപ്പം തൊട്ടേ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെന്തിക്കോസിനകത്ത് കയറിയ ഒരാളാണ് ഞാൻ. എനിക്ക് 47 വയസ്സായതാണ് ഞങ്ങളുടെ വീട്ടുകാർ അവകാശപ്പെടുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. ആമേൻ. ഞാൻ ചോദിച്ചു രക്ഷിക്കപ്പെട്ട ഡേറ്റ്. അവൻ പറഞ്ഞു ഓർമ്മയില്ല. ഞാൻ ചെറുപ്പം തൊട്ട് ഭയങ്കരമായിട്ട് കൈയടിക്കും, തമ്പാറടിക്കും, പാടും, പ്രാർത്ഥന. ഞാൻ പറഞ്ഞു എൻ്റെ ചോദ്യം വേറെയാ മക്കളെ, രക്ഷിക്കപ്പെട്ടോ? നിന്ന് മേളിലോട്ടൊരു നോട്ടം നോക്കിയ അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. ഞാൻ ദൈവമക്കളോട് പറയുന്നു, നമ്മുടെ നടുവിൽ ഏറ്റവും വലിയൊരു അപകടം നടക്കുന്നുണ്ട്. സ്നാനം നടക്കുന്നുണ്ട്, പക്ഷേ രക്ഷ നടക്കുന്നില്ല. നിങ്ങൾ എത്ര പേര് ആമേൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി പന്തലിനകത്ത് ഇളക്കം ഉണ്ടാക്കാനല്ല ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത്. സ്വർഗത്തിൽ പോകാനുള്ള മാർഗത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ആമേ, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ മൂത്ത മോൾക്ക് 20 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തെ മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവന് 13 വയസ്സുണ്ടാകും. ആമേ മൂത്ത കുഞ്ഞ് സ്നാനപ്പെട്ടു, അവൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു, അവൾ രക്ഷിക്കപ്പെട്ടു. അമ്മ എൻ്റെ ഇളയ കുഞ്ഞിന് ഇപ്പോൾ 13 വയസ്സുണ്ട്. നോർമലി ഞാൻ ചെന്ന് വെച്ച് അമ്മ എൻ്റെ മോനോട് പറയുകയാണ്, മക്കളെ നിന്റെ പപ്പായുടെ പേര് സുഭാഷ് കുമരകം എന്നാണ്. കഴിഞ്ഞ 28 വർഷത്തിലേറെയായി ഞാൻ ഈ പുസ്തകം പ്രസംഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപദേശിമാർ 5 പേരുണ്ട്. 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്ര സഭ. 5 പാസ്റ്റർമാരുള്ള വീടാണ് നമ്മുടെ വീട്. അതുകൊണ്ട് എൻ്റെ മക്കള് വേഗത്തിൽ സ്നാനപ്പെടണം എന്ന് എൻ്റെ കൊച്ചിനെ ഞാൻ നിർബന്ധിച്ചാൽ, എന്നിട്ട് ഞാൻ അവനോട് പറയുകയാ, എടാ ആമ ഓടി നടന്ന് പ്രസംഗിക്കുന്ന എൻ്റെ മോൻ സ്നാനപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാർ എന്നെ എന്ത് പറയും? നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, എന്താ ഞാൻ ഈ പറയുന്നത്? നാട്ടുകാരുടെ വായിക്കകത്ത് തുണി തിരുകാനുള്ള ശുശ്രൂഷയല്ല സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തിന്റെ പ്രായം 13 33. അകത്തൊരു പാപബോധം ഉണ്ടാകണം ആദ്യമായിട്ട്. നിങ്ങൾ ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അല്ലയോ കോട്ടവട്ടം ദേശമേ, ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടല്ല ഈ യോഗം. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. ഒരു മനുഷ്യന് മാനസാന്തരം കൊടുക്കാൻ, അവന്റെ മദ്യപാനത്തിൽ നിന്ന്, അവന്റെ തകർച്ചയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഒരു ദൈവത്തിന് കഴിയുമെന്ന് പറയാൻ ഏത് ഭാവിയെയും നെഞ്ചോടി ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ അതിനാണ് ഈ യോഗം. ഹല്ലേലൂയ. ചേർത്ത് ആമേൻ പറയാമോ? കർത്താവിന് ശക്തിയോടെ ഹല്ലേലൂയ പറയാമോ? യേശു കർത്താവ് സ്നാനപ്പെട്ടു. അവൻ ജ്ഞാനമായവൾ തനിക്ക് വീട് തീർത്തു. ആ വീടിന് 7 തൂണുണ്ട്. ദൈവസഭയ്ക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ 7 ഉണ്ട്. നിർബന്ധമായും രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ആത്മാഭിഷേകം പ്രാപിക്കുക, വേർപാട് പാലിക്കുക, അപ്പം മുറിക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥിക്കുക. ഒരെണ്ണത്തിന് പോലും നിങ്ങൾ സ്വത്രം പറഞ്ഞില്ലല്ലോ കർത്താവേ. അണ്ട 7 സ്വത്രം കൂടി ഇപ്പോൾ ഒരുമിച്ച് പറയുന്നത്. ഹല്ലേലൂയ. മുൻപോട്ട് വരാം. യേശു കർത്താവ് സ്നാനപ്പെട്ടു, കരയ്ക്ക് കയറി. സാത്താന്യ ലോകം അഴിച്ചുവിട്ട് അതികഠോരമായ 3 പരീക്ഷണങ്ങൾ ഞാനിതെല്ലാം പറഞ്ഞ് പെട്ടെന്ന് മർക്കോസ് 2 ഓടുകയാണ്. ഒന്നാമത്തെ പരീക്ഷ,
സാത്താൻ പറയുന്നു, നിനക്ക് ജീവിച്ചിരിക്കട്ടെ, അതിനോട് അപ്പമാകാൻ പറ, എന്നിട്ട് നീ കഴിക്ക്, നിനക്ക് ജീവിച്ചിരിക്കട്ടെ. യേശു സാത്താനോട് പറഞ്ഞു, ഞാനൊന്നും വിശദീകരിക്കാതെ പോകുക, സാത്താന് ആമേ, ഇത് അപ്പം കഴിച്ച് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയ തലമുറയാ. ആരെങ്കിലും ഒക്കെ ഒരു ആമേൻ പറയാമോ? ആമേ, ചങ്കിന്റെ അകത്തെ 33 തിരുവയസ്സിന്റെ വെട്ടിത്തിളയ്ക്കുന്ന ചോര, ഗാൽഗുത്തായുടെ പൊടിപറക്കുന്ന മരണം മണക്കുന്ന നെറുകയിൽ വാവിട്ടലറി നിലവിളിച്ചുകൊണ്ട് ആ ചോര എനിക്കും നിനക്കും വേണ്ടി ഒഴുക്കിയത് ഇവിടെ ഉദരപൂരണത്തിനല്ല, ആമേ, ലൗകിക ലോകത്തിന്റെ സ്ഥാപന ജംഗമ നന്മകൾക്ക് വേണ്ടിയല്ല, മറിച്ച് യേശു ചോര ഒഴുക്കിയത് ഒരു തലമുറയെ നിത്യതയിലെത്തിക്കാനാ. ആ കരമം അടിച്ചൊരു ആമേൻ പറയാമോ? അല്ലയോ സ്നേഹിത, ഞങ്ങളുടെ ലക്ഷ്യം നിത്യത, നിത്യത, നിത്യത. ഭീകരവാദത്തിന്റെ തീപ്പൊരികൾ ഭൂമധ്യ ഭാഗത്തെ ഉമിത്തി പോലെ നീറ്റി പുകയ്ക്കുമ്പോൾ 64,000 പേരുടെ പ്രാണൻ ഗാസയുടെ മണ്ണിൽ ആമെ ചീറ്റിത്തെറിക്കുമ്പോൾ കത്തുന്ന ബോംബും തീ തുപ്പുന്ന തോക്കുമായി കൊലവിളി ആമെ ഭൂമധ്യ ഭാഗത്ത് നടക്കുമ്പോൾ രാജ്യങ്ങൾ 2 ചേരിയിലേക്ക് പോകുമ്പോൾ കൊറോണയേക്കാൾ ഭീകരമായ വൈറസുകൾ രാജ്യങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പേടിയില്ല. കാരണം എന്താണെന്നറിയാമോ? തന്റെ ജനത്തെ ചേർക്കാൻ ഒരാൾ തിരിച്ചു വരാൻ പോകും. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ വിളിക്കുന്ന 2 പേരുകളാണ്, അന്യരും പരദേശികളും. ആമേൻ. അതിന്റെ നല്ല ട്രാൻസ്ലേഷൻ ഉണ്ട്. ആമേൻ. പരദേശികൾ എന്ന വാക്കിന് കേൾക്കുന്നുണ്ടോ? ഏലിയൻസ്. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഗ്രഹത്തിലെ ജീവികളാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വേറെ ഗ്രഹത്തിലെ ജീവികൾ. അതല്ലേ പൗലോസ് പറഞ്ഞത്? നമ്മുടെ പൗരത്വ സ്വർഗത്തിലാ. ആമേ, പെന്തിക്കോസ്തുകാരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന്. ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. അതുകൊണ്ട് ഞാൻ ഉറക്കെ പറയാം, ഇവിടെ ഏത് ഭരണം മാറിയാലും, റേഷൻ കാർഡ് കീറിക്കളഞ്ഞാലും, അന്യഭാഷ പറയുന്നവനെതിരെ മാവേലി സ്റ്റോർ അടച്ചാലും ദൈവമക്കൾക്ക് പേടിയില്ല. ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. ദൈവമക്കളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ആമേ, ലൗകിക ലോകത്ത് വേണമെങ്കിൽ ഒരു റോഡ് ഉപരോധം നടത്തി നമുക്ക് പ്രതിരോധിക്കാം. പക്ഷേ പുസ്തകം പറയുന്നു, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല. എത്ര പേര് ആമേൻ പറയുന്നു? എന്റെ ദൈവമക്കളെ, പ്രത്യാശയുള്ളവരുണ്ടോ? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരും. പുതുമഴയ്ക്ക് ഈയൽ പറക്കുന്നത് പോലെ സഭ യേശുവിന്റെ അടുക്കലേക്ക് പറന്ന് കയറുന്ന ഒരു കാലം വരാൻ പോകുകയാ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. കല്ലിനോട് അപ്പമാകാൻ പറ, എന്നിട്ട് കഴിക്കുക, എന്നിട്ട് ജീവിക്കുക. യേശു സിമ്പിളായിട്ട് സാധാരണ പറഞ്ഞു, അപ്പം തിന്നാൻ ഇറങ്ങിയതല്ല, വചനത്തെ കെട്ടിപ്പിടിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. നിജപുത്രനാകുന്ന തിമോഥിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്ക് കൊടുക്കുന്നുണ്ടോ? തിമോഥിയോസേ, വചനം പ്രസംഗിക്കുക. നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയില്ല. വചനം പ്രസംഗിക്കുക. കാരണം ദൈവവചനമാണ് ബീജമെന്ന് പറയുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിന് രക്ഷ നടക്കണോ, വചനം പ്രസംഗിക്കണമെന്ന്. രോഗസൗഖ്യം നടക്കണോ, വചനം. ഹല്ലേലൂയ. നോർമലി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേണേ ചോദിക്കാം, അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഒരു വീട് വെച്ചതോ? അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഒരു വണ്ടി മേടിച്ചതോ? അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാൻ ഇറങ്ങി ഒരു റബ്ബർ തോട്ടം മേടിച്ചതോ? നിങ്ങൾ എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആമേൻ. യേശുവിന്റെ പുറകെ ഇറങ്ങിയത് വീട് വെക്കാനല്ല. ഇവിടെ ഇരിക്കുന്ന ഈ അഭിഷിക്തന്മാരോടൊക്കെ ചോദിക്കുക, ഹല്ലേലൂയ, അവര് ആമേൻ മരിക്കുന്നത് വരെ കഴിക്കാനുള്ള അരി കരയ്ക്ക് വെച്ചേ ചല്ല സ്നാനപ്പെട്ടത്, ചാകുന്നത് വരെ ഉടുക്കാനുള്ള ഉടുപ്പ് കരയ്ക്ക് വെച്ചേ ചല്ല സ്നാനപ്പെട്ടത്. ഇപ്പോഴല്ലേ പെന്തിക്കോസ്ത് കുറെ ജനകീയമായത്. ഒരു കാലത്ത് 40 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എന്റെ അപ്പൻ യേശുവിനെ തേടി ഇറങ്ങിയപ്പോൾ പിഴച്ചുപോയെന്ന് ഞങ്ങളുടെ നാട്ടുകാർ കൈയടിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേർ ഒരു മാസം ജീവിക്കേണ്ട ഗതികേടിലേക്ക് എന്റെ വീട് കൂപ്പുകുത്തിയിട്ടുണ്ട്. ആമേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിനെ സേവിക്കുന്നത് വീട് വെക്കാനല്ല, പക്ഷെ മര്യാദക്ക് സേവിച്ചാൽ ഈ മണ്ണിൽ നിന്നെ മാനിക്കാൻ എന്റെ ദൈവ വിശ്വസ്തന. ഒരു നല്ല ആമേൻ പറ. ഒന്നുകൂടെ പറയാം, കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല. കാർ ഓടിയാൽ കരിയില പറക്കും, അത് പ്രകൃതി നിയമമാണ്. കാർ ഓടിക്കുന്ന ഇവിടുന്ന് ആരെങ്കിലും കാർ എടുത്തോണ്ട് പുനലൂരിന് പോകുമ്പോൾ എന്തിനാ പോകുന്നത്? കരിയില പറപ്പിക്കാൻ വേണ്ടി പോവാ. തനിക്ക് ഭ്രാന്താണ്.
കാർ ഓടിക്കുന്ന കരിയില പറപ്പിക്കാനല്ല, ആമേ ആവശ്യത്തിന് വേണ്ടി പോവുക. നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യമാ ഈ കരിയില പറ. ഇതുപോലെ തന്നെ ആമേ നിത്യതയെ നോക്കി മര്യാദയ്ക്ക് യേശുവിനെ സേവിച്ചാൽ, പുസ്തകത്തെ തന്നെ പറയാം, ഇനി ബൈബിൾ എന്ന് പറയാത്തോണ്ട് നിങ്ങൾക്ക് നീതി വെക്കണ്ട. ആമേ 3 ദിവസം വെളിമ്പ്രദേശത്ത് യേശുവിന്റെ കൂടെ ഇരുന്നപ്പോ 3-ാം ദിവസം വൈകുന്നേരം യേശു പറഞ്ഞു അവർക്ക് വിശക്കും, അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, 3 ദിവസം യേശുവിന്റെ പുറകെ നടന്നവന്റെ വയറിന്റെ വിശപ്പ് എന്റെ യേശുവിന് അറിയാമെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി അവനെ സേവിക്കുന്ന നിന്റെ തലമുറയെ എന്റെ ദൈവം കൈവിടില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞില്ല, വചനത്തെ കെട്ടിപ്പിടിക്കുകയാ. രണ്ടാമത് യേശുവിനോട് പറയാ, സാത്താൻ ചാടിക്കോ, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ. ഒന്നുകൂടെ, ചാടിക്കോ, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ. യേശു പറഞ്ഞ മറുപടി വളരെ സിമ്പിളാണ്. പിശാചെ പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നുകൂടെ പറയാം, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ബന്ധം സ്ട്രോങ് ആണെങ്കിൽ നടുക്ക് പരീക്ഷണമില്ല. ഞങ്ങൾ അപ്പനും മോനുവാ. ദൈവം എന്നെ പിടിക്കുമെന്ന് നിന്റെ വായിൽ നിന്ന് കേൾക്കേണ്ട ഗതികേട് എനിക്കില്ല. അതെന്റെ അകത്തെ ഉറപ്പാണ്, അവൻ എന്നെ ഒരു നാൾ കൈവിടത്തില്ലെന്ന്. അവിടെ വിട്ടേക്കുക. മൂന്നാമത്തത്, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്ക് ഒരു ആരാധന തരാമോ? എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്നുകൂടെ പറയട്ടെ, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. പുന്നൂർ ടൗണിൽ 3 ഷട്ടറുള്ള കട തരാമെന്ന്, കോട്ടവട്ടത്ത് 1.25 ഏക്കർ വസ്തു തരാമെന്നും, 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 2.5 ഏക്കർ റബ്ബർ തോട്ടം തരാമെന്നും അല്ല സാത്താൻ പറഞ്ഞത്. സാത്താൻ പറഞ്ഞു കൊടുക്കുന്നത് 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. ഒരു ആരാധന. ബോധമുള്ളവർക്ക് മനസ്സിലായോ? 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ വിലയുണ്ടെന്ന് ഒരു ആരാധനയ്ക്ക്. ഇതറിഞ്ഞിട്ട് വന്ന് കയ്യും കെട്ടിയിരിക്കുന്നവനെ എന്നാ പറയണമെന്ന് നിങ്ങൾ പറ. ഹല്ലേലൂയ. പെന്തിക്കോസിലെ കാലപ്പഴക്കം ആർക്കും ആരാധിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല. അറിയും തോറും ആരാധിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേരാ കരമുയർത്തി ദൈവത്തിന് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീടിൻ്റെ സാക്ഷി ഒരു അല്പം പറയാൻ പുറകെ. എൻ്റെ അപ്പനൊരു പാസ്റ്ററാണ്. വർഷം 40 കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പുസ്തകത്തെ തൊട്ട് ഞാൻ പറയാം, ഇന്നും ഒരു യോഗത്തിന് എൻ്റെ അപ്പൻ അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 75 വയസ്സുണ്ട്. 65 കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചാണ് അമ്മേനെയും സ്കൂട്ടറിന്റെ പുറകെ വെച്ചുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോണത്. അല്ലാതെ ഒരുമാതിരി പനി പിടിച്ച കോഴി ഇഞ്ചക്ഷൻ എടുത്ത് ചിരിക്കുന്ന പോലെ പെന്തിക്കോസുകാർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കരുത്. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. എത്ര പേര് അക്കരം ഉയർത്തി ആമേൻ പറയുന്നുണ്ട്? ആമേൻ. നമ്മൾ ആരാധിക്കാൻ ഇറങ്ങിയവരാണ്. ആമേൻ. നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ ആ ഭാഗം വിട്ടേക്കാം. ആ ഭാഗം ഭീകരമാണ്, ഒത്തിരി ദൂരം എടുത്ത് പറയേണ്ടതാണ്. എൻ്റെ പ്രസംഗ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു അധ്യായം വേദപുസ്തകത്തിലെ മത്തായി സുവിശേഷം 25. അതിനകത്ത് തന്നെ ഡ്രാക്കുള ഉണ്ടോ എന്ന് ചോദിക്കരുത്. എന്നെ പേടിപ്പിക്കാൻ കാര്യം ആ അധ്യായത്തിലെ പ്രബന്ധമാണ്. ആമേൻ. എന്താണ് ആ 25-ാം അധ്യായത്തിൽ? ആമേൻ. നിത്യതയിലേക്ക് പോകുന്ന ഇറങ്ങി തിരിച്ച 10 കന്യകമാർ. അവിടെ 3 വാക്കുകളുണ്ട്. 1 കന്യക, 2 പുറപ്പാട്, 3 വിളക്കിന് പാത്രത്തിൽ വെണ്ണ. ഞാൻ ഒന്നുകൂടെ പറയാം, കേൾക്കുന്നവരുണ്ടോ? 1 കന്യക, 2 പുറപ്പാട്, എക്സഡസ്, 3 വിളക്കിലും പാത്രത്തിൽ വേണ്ട. കന്യക എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ വിശുദ്ധ ജീവിതം, പുരുഷൻ തൊടാത്തവൾ. അപ്പൊ നിത്യത പോകുന്നതിന് വിശുദ്ധി അനിവാര്യമാണ്. ഞാൻ ഒന്നുകൂടെ കയറ്റി പറയാം, എന്റെ ദൈവദാസന്മാരെ, വിശുദ്ധി പ്രസംഗ വിഷയമല്ല, വിശുദ്ധി ഒരു ആചരണമാണ്. ഹല്ലേലൂയ. 1000 വിശുദ്ധി പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നയാൾക്ക് വളരെ ഈസി ആയിട്ട് അശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാം, വിശുദ്ധി ഒരു പ്രസംഗമല്ല, വിശുദ്ധി ഒരു പ്രബന്ധമല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അറിയുന്നവർക്കായി സ്വത്രം. 2 പുറപ്പാട്, ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങൾ വിട്ടുപോരുക. 3-ാമത്തത് വിളക്കിലും പാത്രത്തിലും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എണ്ണ. 2 10 പേരും കൂടെ പോരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ദൂതിന്റെ ഗൗരവത്തിൽ വരാം. 10 പേരും കൂടെ പോകുന്നു. കുറെ ദൂരം ചെന്നപ്പോ 5 പേര് എന്ന് 5 പേരോട് പറയുന്നു, ഇങ്ങനെ പോയാൽ നമ്മൾ അങ്ങ് എത്തുകയില്ല. നിങ്ങൾ ഒരു ആമേൻ വായ്പയെങ്കിലും മേടിച്ച് പറ. ഇങ്ങനെ പോയാൽ നമ്മൾ അവിടെ എത്തുകയില്ല. 5 പേരുടെ പറയുക, റിമൈൻഡ് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, നമ്മളങ്ങ് എത്തുകയില്ല. അന്നേരം മറ്റേ 5 പേര് പറഞ്ഞ് കേൾക്കണോ, എൻ്റെ കുഞ്ഞെ, വിളക്കിലെ എണ്ണ കൊണ്ട് പോകുന്നിടം വരെ ഞങ്ങൾ വരുന്നുള്ളൂ, നീ ആത്മാവിലായിക്കോളാൻ പറഞ്ഞു. നിങ്ങളെ പുസ്തകം വായിച്ചു നോക്കിക്കോ. പാത്രത്തിൽ എണ്ണ എടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സുഭാഷ് കുമാരേവല്ല, ഇവനെ പോലത്തെ 50 എണ്ണം വന്ന എന്നെ കൊണ്ട് അല്ലേലിയ പറയിപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരോട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. വിളക്കിലെ എണ്ണയും കൊണ്ട് പോകുന്നിടം വരെ ഞങ്ങൾ ഇങ്ങനെ കയ്യടിച്ചിട്ട് എത്തുന്നിടം വരെ എത്തിയാൽ മതി, ഇങ്ങനെ ആരാധിച്ചിട്ട് എത്തുന്നിടം വരെ എത്തിയാൽ മതി. മറ്റേ 5 പേരുടെ പ്രത്യേകത എന്നറിയോ? അവര് വഴക്ക് കൂടാൻ തയ്യാറല്ല. അവര് വിളക്കിൽ എണ്ണ കൂടാതെ പാത്രത്തിൽ എണ്ണ എടുക്കുകയാ. കാര്യം അവർക്കറിയാം, ആത്മനിറവില്ലാത്തവന് നിത്യത അകലമാണ്. അവർ പാത്രത്തിൽ എണ്ണ എടുത്തു. ശ്രദ്ധിക്ക്, മണവാളൻ വന്നു, 5 പേർ അകത്ത് കയറി.
5 പേരവിടെ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ഒരു കാര്യം പറയാം. ഈ 5 പേരകത്തും കയറി 5 പേര് പുറത്തുപോയി. 5 പേരകത്തും കയറി 5 പേര് പുറത്തുപോയി. ആമേൻ. ഈ പുറത്ത് കിടക്കുന്ന ഒരു ഡോറെ പോയി മുട്ടി വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾക്കും കൂടെ തുറക്കണമെന്ന്. എടോ, നിങ്ങൾക്കും കൂടെ ആ തുറന്നത്. അങ്ങനെയല്ലേ വാക്യം? ഞങ്ങൾക്കും കൂടെ തുറക്കണം, നിങ്ങൾക്കും കൂടെ ആ തുറന്നത്. പാത്രത്തിൽ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അകത്ത് കയറാമായിരുന്നു. ഹല്ലേലൂയ. 5 പേര് കൈക്കൂലി കൊടുത്ത് കയറിയതല്ല, നിങ്ങൾക്ക് കൂടെ ആ തുറന്നത്. എവിടെയാ പറ്റിയത്? എണ്ണ വേണ്ടെന്ന് തീരുമാനിച്ചു. അടുത്തൊരു വാക്ക് പറഞ്ഞ ഞാൻ മനഃപൂർവ്വം കൊടുത്തത് വിട്ടേക്കാം. ഞാൻ കൂടെ തുറക്കണമെന്ന് പറഞ്ഞപ്പം അകത്ത് നിൽക്കേ മണവാളം പറഞ്ഞ വാക്ക് എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയോ? ഞാൻ നിങ്ങളെ, എൻ്റെ ദൈവമേ, നാട്ടുകാരെ മുഴുവൻ ഇളക്കി 250 തമ്പാറും തല്ലി പൊട്ടിച്ച് ലിനന്റെ വെള്ള ഷർട്ട് ഇട്ട് മീശയും പഠിച്ച് ഈ ലോകത്തിന് മുഴുവൻ ഓടി നടന്നിട്ട് കർത്താവ് പറയും, ഞാൻ ഇയാളെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ, യോ, ഇതിൽ പല ഒരു ഗതികേട് ഉണ്ടാകാനുണ്ടോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ എണ്ണ ഇല്ലാത്തവരുമായിട്ട് മണവാളിന് ബന്ധമില്ലെന്ന് പഠിച്ചോണം. അല്ലെ പിന്നെ ആ വാക്യം ബൈബിളിൽ നിന്ന് കീറിക്കളയണം. എത്ര പേര് ആമേൻ പറയുന്നു എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അഭിഷേകം, ആരാധന. നിങ്ങൾ കൂടുന്ന സഭയിൽ ആരാധന ഇല്ലെങ്കിൽ പ്രാണനും കൊണ്ട് ഓടിക്കോണം. കാര്യം, കാഹളം ധരിക്കുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആരാധന ഇഷ്ടമില്ലാത്തവരാണോ നിങ്ങളുടെ ചർച്ചയിലിരിക്കുന്നത്? ഓടിപ്പോക്കോണം. കാര്യം എന്താണെന്നറിയാമോ? കാഹളം ധരിക്കുന്നത് ആ സഭ അറിയേല. എന്റെ ദൈവമക്കളെ കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഒരു വാക്കും കൂടെ പറഞ്ഞേക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒരു സംഘം, 2-ാം അധ്യായത്തിൽ ഒരു സഭ. 1-ാം അധ്യായത്തിൽ സംഘം, ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം. 1-ാം അധ്യായത്തിൽ യേശുവിന്റെ അമ്മയും പത്രോസും അന്ത്രയോസും ഒക്കെ സംഘത്തിലാണ്. 2-ാം അധ്യായം ഒരു സഭയാണ്. അമ്മ 1-ാം അധ്യായത്തിലെ സംഘം എങ്ങനെയാ സഭയായത്? ബോർഡ് വെച്ചത് കൊണ്ടല്ല. സംഘത്തെ സഭയാക്കുന്നത് അവരുടെ നടുക്കിറങ്ങിയ പരിശുദ്ധാത്മാവാണ്. ആത്മാവ് ഇറങ്ങിയില്ലെങ്കിൽ ആരെവിടെ കൂടിയാലും അത് സംഘമാണ്. ഏത് യോഗം വെച്ചിട്ടും അഭിഷേകം ഇല്ലേ, അത് സംഘമാണ്. എത്ര വലിയ കെട്ടിടം വെച്ചാലും അഭിഷേകം ഇല്ലേ, അത് സംഘമാണ്, സഭ അല്ല. 3 പരീക്ഷണ പർവ്വതങ്ങളുടെ മുന്നേ ഓടിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1-ാമത്തെ അടയാളം. യേശുവിലേക്ക് കയറിയ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1-ാമത്തെ അടയാളം. ഏതാണ്ട് 37 അത്ഭുതങ്ങൾ യേശു ചെയ്തു. എത്ര പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു? സാത്താന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത 37 അത്ഭുതങ്ങൾ യേശു ചെയ്തു. യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിനെ വീട്ടിലുമല്ല റോട്ടിലുമല്ല യേശു കല്ലറയിൽ ഉയർപ്പിക്കുകയാണ്. കോട്ടവട്ടത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, സഹോദര, നിന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വീട്ടിൽ വന്ന് പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുകയാ. ആമേൻ. നിന്റെ വീട് തകർന്നു കിടക്കുവാണോ? നീ അങ്ങോട്ട് പോകണ്ട, നിന്റെ വീട്ടിൽ വന്ന് ആ വീടിനെ രക്ഷിപ്പാൻ. 2, റോട്ടിൽ നഷ്ടപ്പെട്ടാൽ റോട്ടിൽ വന്നിട്ട്, ഓ, എനിക്കിന്ന് രാത്രി ഒത്തിരി സന്തോഷം വരുന്നു. എവിടെയാ നിന്റെ നഷ്ടം? അവിടെ വന്ന് തിരിച്ചു തരാൻ കരുത്തനായ ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവൻ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവമാ. 38 വർഷം കുളക്കരെ കടന്നവൻ, ഒരു 12 വർഷം ജീവപര്യന്തം, 13, 36, 2, 38, 3 ജീവപര്യന്തത്തിന്റെ മേളിൽ കിടന്ന ഒരുത്തനെ തോണ്ടി വിളിച്ച് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ യോഗം ഇന്ന് രാത്രി എന്നോട് പരിശുദ്ധമ പറയുന്നു, ചിലരെ കർത്താവ് തോണ്ടി വിളിച്ച് സൗഖ്യമാക്കാൻ പോകയാ. ഈ ദേശത്തെ ചില വീടുകളിൽ എന്റെ യേശു അങ്ങോട്ട് കയറാൻ പോകയാ. ദൈവദാസന്മാരെ കേട്ടില്ലേ? വേണ്ട, യേശു കയറാൻ പോകയാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞു. കേരളത്തിൽ സുവിശേഷത്തിന് വിരോധമായ അല്പാൽപ പ്രതിസന്ധികളുണ്ട്. ഞാൻ ഈ ദൈവമക്കളോട് പറയുന്നു, അതിനൊക്കെ കൂടുതൽ ആഘോഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയാൽ പിന്നെയും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി ആരും സുവിശേഷം പറയണമെന്ന് പറഞ്ഞാലും സഭ വളരും. കാര്യം എന്താണെന്നറിയാമോ? ഡെമസ്കോസിന്റെ പടിവാതിക്കൽ പൗലോസിനെ നേരിട്ടിറങ്ങി പിടിക്കുന്ന ഒരു സൈന്യാധിപൻ സ്വർഗത്തിലുണ്ട്. സഭ വളരും. ഞാൻ മുൻപോട്ട് പോകട്ടെ. യേശു കർത്താവ് ചെയ്ത 37 അത്ഭുതങ്ങൾ, സാത്താന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത 37 അത്ഭുതങ്ങൾ. എന്താ ബൈബിൾ പറയുന്നത്? ശക്തി പുറപ്പെട്ടെന്ന് യേശു പറഞ്ഞു, ബാധ മാറിയെന്ന് സ്ത്രീ അറിഞ്ഞു. ഇന്ന് രാത്രി എത്ര തകർന്ന കുടുംബമാണെങ്കിലും ആ കുടുംബത്തെ രക്ഷിക്കാൻ എന്റെ കർത്താവ് ഇവിടെയുണ്ട്.
എന്റെ സാക്ഷ്യം ഒരു ശകലം പറഞ്ഞിട്ട് മാർക്കോസ് 2 ഞാൻ കയറാം. എനിക്ക് തോന്നുന്നു 9 മണിക്കാണ് നമ്മുടെ യോഗം അവസാനിക്കുന്നത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്നേക്ക് 40 വർഷം മുമ്പുള്ള ഒരു ഗതികെട്ട രാത്രി എൻ്റെ ഓർമ്മയിലുണ്ട്. ഏതാണ്ട് ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയം. ഞാനൊരു സാധാരണ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ ദൈവമക്കൾ? വീടിന്റെ മുറ്റത്ത്, വീടിന്റെ തിണ്ണയിൽ, ഇന്നത്തെ പോലെ സിറ്റ് ഔട്ട് എന്നോ ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയാത്തൊരു കാലം ഉണ്ടായിരുന്നു. തിണ്ണെന്നും അരപ്ലേസ് എന്നൊക്കെ പറഞ്ഞൊരു കാലം. വീടിന്റെ തിണ്ണയിൽ മുച്ചോട് കത്തിയ ഒരു നിലവിളക്കിന്റെ മുമ്പിൽ ഞാനും എൻ്റെ വല്യപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പനും കൂടെ സന്ധ്യാനാമം ജപിക്കാനിരുന്ന ഒരു രാത്രി എൻ്റെ ഓർമ്മയിലുണ്ട്. അടുപ്പത്ത് കഞ്ഞി വെട്ടി തിളയ്ക്കുന്നുണ്ട്. നാമം ചൊല്ലി തീർത്താൽ ചൂട് കഞ്ഞി വാരി കുടിക്കാം. വയറിനകത്ത് വിശപ്പിന്റെ ആന്തലുണ്ടാകുന്നുണ്ട്. വല്യപ്പനും ഞാനും കൂടി അതിവേഗം നാമം ചൊല്ലുമ്പോൾ രാത്രി 7:30. എൻ്റെ വീട് കുമരകത്താണ്, കണ്ടത്തിന്റെ നടുക്കാൻ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന എൻ്റെ അപ്പനെ വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു അണലി കൊത്തുകയാണ്. തിറകൂടിയിരുന്ന പാമ്പിനെ കയറി ചവിട്ടി ആ പാമ്പ് എൻ്റെ അപ്പനെ ചിതറി കൊത്തുകയാണ്. പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ നിലം പൊത്തുമ്പോൾ മുച്ചോട് കത്തി നിൽക്കുന്ന നിലവിളക്കിന്റെ അരണ്ട വെട്ടത്തിൽ എൻ്റെ വല്യപ്പൻ കാണുകയാ. പാമ്പിന്റെ ചീറ്റലിന്റെ കൊത്തിന്റെയും നടുവിൽ എൻ്റെ അപ്പൻ നിലം പൊത്തുകയാ. എൻ്റെ വല്യപ്പൻ അന്ധവിശ്വാസങ്ങളുടെ കൂടാൻ സന്ധ്യാസമയത്തുള്ള വിശദം മരണകാരണമാണെന്ന് പറഞ്ഞ് കത്തി നിന്ന് നിലവിളക്കെടുത്ത് എൻ്റെ വല്യപ്പൻ നെഞ്ചിലേക്ക് അടിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് രാത്രി എൻ്റെ നാട്ടുകാരെ ആഴമായി ചെവിയിൽ ഈ ഉരുക്കി ഒഴിച്ചെന്നെ കേൾക്കണം. എൻ്റെ അപ്പൻ പാമ്പിന്റെ കടിയേറ്റ് വീടിന്റെ മുറ്റത്ത് കിടക്കുന്നു. അവൻ നിലവിളക്കെടുത്ത് നെഞ്ചിലടിച്ച് കൺമണി പുറകോട്ട് വളർന്ന് കണ്ണിന്റെ വെള്ളക്കഴിവ് തെളിഞ്ഞ് ഉച്ഛ്വാസം വേഗതയിലായി സുബോധം അബോധമായി എൻ്റെ വല്യപ്പൻ വീടിന്റെ എത്തമാളിയ ചിരി കരച്ചിലാകാൻ ഒരൊറ്റ മിനിറ്റ് മതി. ആഹ്ലാദം അപകടമാകാൻ ഒരൊറ്റ മിനിറ്റ് മതി. ഒന്ന് ചൈമാനം കുത്തി മേളിലോട്ട് UK-യിലെ ഹീത്രൂ എയർപോർട്ടിൽ ഇറങ്ങാൻ പറന്നു പോകിയ എയർ ഇന്ത്യയുടെ വിമാനം 242 പേര് 3 മിനിറ്റ് കൊണ്ട് അച്ചാരമായത്. ഇന്ന് രാത്രി എത്ര പേര് ആമേൻ പറയും? ഞാൻ ജീവിച്ചിരിക്കുന്നത് യേശുവിന്റെ കരുണയാ. വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ, എൻ്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത്. അന്ന് സംഭവിച്ചൊരു കാര്യം പറയാം. ആർത്തിയോടെ കഴിക്കാൻ വെട്ടിത്തിളച്ച ഞങ്ങളുടെ കഞ്ഞിയുടെ അടപ്പ് അന്ന് പൊക്കിയില്ല. ആ കഞ്ഞി ആർക്കും വിളമ്പിയില്ല. ആ കഞ്ഞി ആരും കുടിച്ചില്ല. എനിക്കറിയില്ല ദൈവദാസന്മാരെ, കോട്ടവട്ടത്തോട് പറയാനൊരു ദൂത് കർത്താവ് എന്നോട് പറയുക, വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളുടെ അകത്തുണ്ട്. കൃപയുള്ള ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ കേൾക്കുന്ന അമ്മേ സിറ്റ് ഔട്ടിലോ ടെറസിലോ റോട്ടിലോ വീടിന്റെ മുറ്റത്തോ നിന്ന് കേൾക്ക്. എത്ര നാളായി സമാധാനത്തോട് ഒരു പിടി ആഹാരം കഴിച്ചിട്ട്, എന്നാൽ ഇന്ന് രാത്രി ആ ശാപത്തെ അഴിക്കാൻ കഴിവുള്ള ഓരോ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്ന. ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി യോഗം ഈ വെള്ളവിരിച്ച പന്തലിന്റെ അടിയിൽ കിടന്ന് പിടച്ച് ചാകത്തില്ല. യേശു ചില വീട്ടുകളിൽ ഇന്ന് രാത്രി കേറാൻ പോകയാ. ശാപം കരിങ്കൊടി കുത്തിയ സമാധാനം നഷ്ടപ്പെട്ട വീട് ഒരുവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. ആ വീടിനെ രക്ഷിക്കാം. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ, എൻ്റെ വല്യപ്പനെ കോട്ടയം പാമ്പിന്റെ കടിയേറ്റി എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്യുന്നു. സുബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാ. കാരിത്താസ് ആശുപത്രിയിൽ എൻ്റെ അപ്പൻ ജീവന് വേണ്ടി മല്ലയുദ്ധം ചെയ്യുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU യൂണിറ്റിന്റെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള സമരം 5ാമത്തെ ദിവസം എൻ്റെ വല്യപ്പൻ അവസാനിപ്പിച്ചു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാ. ആദ്യം മരിച്ചത് അപ്പനല്ല, ആദ്യം മരിച്ചത് വല്യപ്പനാ. താടി വട്ടം കെട്ടി മൂക്കിനകത്ത് പഞ്ഞു തിരികെ പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരം വെച്ചു. നാട്ടുകാർ മുഴുവൻ ഇളകി. വീട്ടിൽ അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി. നിങ്ങൾ പേടിക്കേണ്ട പ്രിയരെ, എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുകയില്ല. യേശു നല്ലവനാണെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഹല്ലേലൂയ. പണ്ട് 2 കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചപ്പോ ഒരുത്തൻ മറ്റവനോട് പറഞ്ഞു 4 2 7 പറഞ്ഞു. സത്യത്തിൽ അത് ശരിയല്ല, എന്നാ ബന്ധം സ്ട്രോങ്ങുമാണ്. അതിനോ പറഞ്ഞു മറുപടി കേൾക്കണോ, 6 കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതാ നമ്മുടെ ലക്ഷ്യം. എന്തിനാന്ന്? ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളല്ലേ. ആരോടെങ്കിലും കുത്തിച്ച സുവിശേഷം വെറുതെ ആയില്ലേ? ഇല്ല. പോരാടിയ ശൗലിനെ ലേഖനം എഴുതുന്നവനാക്കി മാറ്റാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ കേരള കോട്ടവട്ട ഒരു റിവൈവൽ കാണാൻ പോകയാ. എത്ര പേര് കരമുയർത്തി പിടിച്ച് ആമേൻ പറയുന്നുണ്ട്? വെട്ടിപ്പൂളി അടുക്കി പച്ചമാവിന്റെ വിറകിൽ എൻ്റെ വല്യപ്പന്റെ പച്ചശരീരം വെച്ചു കൊടുത്തു. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നിശരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. നെയ്തെടുത്ത് 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി വെള്ളത്തിലൊഴുകി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് ബലിപ്പുര കെട്ടി പ്രാർത്ഥിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ, വല്യപ്പന്റെ ചിതയിലെ മണ്ണിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് 18ാമത്തെ ദിവസം 5 പ്രാവശ്യം ശരീരത്തിലെ രക്തം മാറിയിട്ടോ ദേഹത്തെ വിഷം മാറാത്തവനായി കാരിത്താസ് ആശുപത്രി എൻ്റെ അപ്പനെ ഉപേക്ഷിക്കുകയാ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് ഉറക്കെ പറയാ, എടാ ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ നേരെയാക്കാൻ ഒരാശുപത്രിക്ക് പറ്റിയല്ല. നല്ലപോലെ കമാൻ somebody shout. ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചോണ്ട്, ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ രക്ഷിക്കാൻ ഡോക്ടറിന് പറ്റില്ല, അവനെ രക്ഷിക്കാൻ മെഡിസിന് പറ്റില്ല, അവനെ രക്ഷിക്കാൻ 5 തവണ ചോര മാറി
ശരീരത്തിലെ വിഷം മാറാത്തവനായി, ഇന്നർ ഓർഗൻസ് മുഴുവൻ കേടുവന്നവനായി, ഉച്ചനിർഗമ ഉള്ളംകാല് വരെ പഴുത്തു പിടുത്ത് വീങ്ങി വീർത്ത് നാസാരന്ധ്രങ്ങൾ തുളച്ചു കിടന്ന കഠിന കഠോരമായ ദുർഗന്ധത്തിനടിമയായി ആശുപത്രി എൻ്റെ അപ്പനെ കൈയൊഴിഞ്ഞു. അപ്പന് സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്ക. നശിച്ചവന് ചേട്ടനില്ല, അനിയനില്ല, അളിയനില്ല, അമ്മാച്ചനില്ല, ഉപ്പാപ്പനില്ല. പുഴുത്തവനും പഴുത്തവനും മുടിഞ്ഞവനും ചേട്ടനില്ല, അനിയനില്ല, അളിയനില്ല, അമ്മാച്ചനില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരറിയണം, ബന്ധങ്ങൾ പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാ. കാശുള്ളവനാ ചേട്ടനുള്ളത്, കാശുള്ളവനാ അനിയനുള്ളത്. നിങ്ങളൊരു ആമേ പറ. കാശുള്ളവനാ അളിയനുള്ളത്. എന്ന തകർന്നവൻ ഒരാളുണ്ട്, ആ ആളുടെ പേര് യേശു എന്നാ. ഓ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന് ജാതിയില്ല, അവന് മതമില്ല, അവന് വർണ്ണമില്ല, അവന് വർഗമില്ല. ഏത് തകർന്നവനെയും ഓടി അടുക്കുന്ന ഒരു ദൈവം. ശാപം കരിങ്കുടി കുത്തിവാണ് എൻ്റെ വീട്ടിൽ. രക്തബന്ധങ്ങൾ കയറാതെയായി, അനാമേ കുടുംബക്കാർ കയറാതെയായി, സ്വന്തക്കാർ കയറാതെയായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നാട്ടുകാർ കയറാതെയായി, എല്ലാവരാലും കൈവിടപ്പെട്ടു. അവസാനം ജീവിക്കാൻ മാർഗമില്ല, മരുന്ന് വാങ്ങിക്കാൻ കാശില്ല. ഞങ്ങളുടെ വീട് പൊളിച്ചു വിട്ടതിൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ പഴയൊരു ഭാഷ പറയാം, ഉത്തരവും കഴുക്കൂലും മോന്തായവും പൊളിച്ചു വിറ്റു. ആമെ കോടാലിക്ക് വെട്ടിയാൽ കോടാലി തിരിച്ച് നെറ്റിക്കടിക്കുന്ന പത്തിക്കാലുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ. ആമെ പഴകിയ മൂത്ത തെങ്ങ് എല്ലാം കൊടുത്തു. ആമെ വെട്ടുകല്ല് പൊട്ടാതെ ഞങ്ങൾ അടർത്തി വിറ്റു. എന്തിനാണെന്നറിയാമോ? എൻ്റെ അപ്പൻ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ തീർന്നില്ല. ഇന്നല്ലേ ആമെ തറപ്പാട്ടിൽ ആമെ പൂഴിമണ്ണിടുന്നത്? പണ്ട് തറപ്പാട്ടിടുന്ന സ്വർണ്ണ നിറമുള്ള ആറ്റുമണ്ണ് കൊട്ടയ്ക്കകത്ത് കോരി വിറ്റു പാസ്റ്റർ. എന്തിനാണെന്നറിയാമോ? ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ. അവസാനം മരുന്ന് മേടിക്കാനും കൂടെ കാശില്ലാതെ ദേഹം മുഴുവൻ പഴുത്തു പുഴുത്ത് ആമേൻ മക്കൾക്കും ഭാര്യയ്ക്കും അടുത്ത് ചെല്ലാൻ കഴിയാതെ മാംസം അഴുകുന്ന ദുർഗന്ധം പേറിക്കൊണ്ട് എൻ്റെ അപ്പൻ വീടിന്റെ മുറ്റത്ത് ആമേ പുഴുത്ത ശരീരം കൊണ്ടിരിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. എല്ലാവരും കൈവിട്ടു, ജീവിക്കാൻ മാർഗമില്ലാതെ. നിങ്ങൾ കേൾക്കുന്നോ? 6 പ്രാവശ്യമാണ് എൻ്റെ അപ്പനും അമ്മയും കൂടി ആത്മഹത്യക്ക് ഒരുങ്ങിയത്. കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിന്. നിങ്ങൾ ഉറങ്ങുന്നവർ ഉറങ്ങിക്കോ, ഇത് എൻ്റെ അപ്പൻ്റെ കാര്യമല്ലേ. ഉറങ്ങി എപ്പോഴെങ്കിലും എഴുന്നേറ്റ് വീട്ടിൽ പോ. അല്ല പിന്നെ ഞാൻ എന്നാ പറയാനാ? ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അല്ല പിന്നെ നെഞ്ചു പൊട്ടുന്ന കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കാവോ? നല്ലൊരു ആമേൻ പറയണ്ടേ? ആമേ. എല്ലാവരും കൈ ഒഴിഞ്ഞു. 6 പ്രാവശ്യം ആത്മഹത്യക്ക് കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിന്റെ ഉരുള വെച്ച് വിഴുങ്ങാൻ നോക്കിയെന്ന്, ഫീറിടാൻ വിഷം കുടിക്കാൻ നോക്കിയെന്ന്, കെട്ടുതൂക്കി കയറോടെ കണ്ടിച്ചിട്ടെന്ന്. എനിക്ക് 2 അനുജത്തിമാരുണ്ട്. 2 പേരെയും കൂടി എൻ്റെ അമ്മ ഒക്കത്ത് വെച്ച് സാരി കൊണ്ട് ചേർത്ത് കെട്ടിയിട്ട് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോയി വീട്ടിൽ നിന്ന്. അങ്ങനെ 6 ആത്മഹത്യകൾ വഴിമാറി. അവൻ കോട്ടവട്ടത്തോട് ഞാൻ ദൂത് പറയാം, എടാ യേശു ഒരുത്തനെ കണ്ടാൽ അവൻ മരിക്കാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? ദൈവദാസന്മാരെ, കരമുയർത്തി. ഈ ദേശത്ത് വാഴുന്ന സൂയിസൈഡ് സ്പിരിറ്റിനെ ഞങ്ങൾ ആത്മാവിൽ ശാസിക്കുകയാണ്. ഈ ദേശത്ത് വാഴുന്ന ആത്മഹത്യകളെ ഞങ്ങൾ ശാസിക്കുകയാണ്. ആക്സിഡന്റുകളെ ഞങ്ങൾ ശാസിക്കുകയാണ്. അഭിഷേകമുള്ളവർ 1 മിനിറ്റ് ഒന്ന് ആരാധിച്ച് ജയിച്ചേ. ആമേ, ആമേ. സൂയിസൈഡ് അറ്റംപ്റ്റുകൾ, ആമേ, സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി യേശു ബ്രേക്ക് ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. 6 ആത്മഹത്യ വഴി മാറി. അവസാനം എൻ്റെ അപ്പൻ ചോദിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്, മരണത്തിന് പോലും എന്നെ വേണ്ടേ? വീടെല്ലാം പൊളിച്ചു വിറ്റു. പാസ്റ്ററെ മരുന്ന് മേടിക്കാൻ കാശില്ല. ലാസ്റ്റ് വെള്ളശംഖ പുഷ്പത്തിന്റെ വേരിട്ട് പാലും കാച്ചി കൊടുത്ത് ആമേ മരണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വീടില്ല. ആമേ പലകമര കുത്തിച്ചയച്ച് ചെതലരിച്ച് 4 ഓല അടിക്കും. മലന്ന് കിടന്ന് മേളോട്ട് നോക്കിയ സൂര്യഗ്രഹണം കാണുന്ന ഒരു പെരക്കകത്ത് 3 മക്കളും അവരപ്പനും അമ്മയും ആമേ ശാപത്തിന്റെ കരിങ്കൊടി കൊത്തി ജീവിക്കുക. വീടിന്റെ മുറ്റത്ത് മുളം കമ്പ് കൊണ്ട് എൻ്റെ അപ്പനൊരു ഏറുമാടം ഉണ്ടാക്കി. എന്നിട്ട് പുഴുത്ത കാലെടുത്ത് അതിന്റെ മേളിൽ വെച്ച് മരണം കാത്തു കെട്ടിയിരിക്കുമ്പോൾ 2 സുവിശേഷകന്മാർ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് വെച്ച് ഏതെങ്കിലും ഒരു ഞങ്ങളുടെ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ അത് അവന്റെ റൈറ്റാണ്. അവൻ കാശ് കൊടുത്ത് അവന്റെ ആ ഇറങ്ങണ ഗേറ്റിന്റെ വെളിയിൽ എന്ന് പറഞ്ഞാൽ, അല്ല ബ്രദറെ ലൂക്കോസ് 4 പറയുന്നു പറഞ്ഞാൽ അവൻ പിടിച്ച് നിന്നെ ചവിട്ടും. ഇറങ്ങണം. അതിന് ഞാൻ പറഞ്ഞത് തെറ്റാണോ? അത് അയാളുടെ റൈറ്റാണ്, അയാളുടെ പറമ്പാണ്. ഞങ്ങൾക്ക് സുവിശേഷം കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു ഇറങ്ങിക്കോ. ആ ചോരക്കകത്ത് നിന്ന് നിനക്ക് ഒഴിവുണ്ടായി. ഹല്ലേലൂയ. പക്ഷേ അന്നുകൊണ്ട് സുവിശേഷീകരണം നിർത്തരുത്. എന്റെ അപ്പനെ പോലെ തകർന്ന ചിലര് കോട്ടവട്ടത്തുണ്ട്. അവർക്ക് വേണ്ടി പുറപ്പെടാൻ സഭ തയ്യാറാകണം. അവർക്ക് വേണ്ടി ചലിക്കാൻ സഭ തയ്യാറാകണം. അവരെ തേടി പോകാൻ ഇന്ന് രാത്രി സഭ തയ്യാറാകട്ടെ. എന്റെ അപ്പനോട് അവർ പറഞ്ഞ സുവിശേഷം വളരെ സിമ്പിളാണ്. യേശു താങ്കളെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പൻ തിരിച്ചു ചോദിച്ച ചോദ്യം വലിയ വിശാലമാണ്. എനിക്ക് സഹോദരങ്ങൾ 4, ഭാര്യയ്ക്ക് സഹോദരങ്ങൾ 4, എനിക്ക് സഹോദരങ്ങൾ 3. ആർക്കും എന്നെ വേണ്ട, ഇനി ക്രിസ്ത്യാനിയുടെ ദൈവം എന്നെ രക്ഷിക്കും. അതാ ചോദ്യം. അന്നാണ് ഞങ്ങളുടെ അപ്പനൊരു സത്യം അറിയുന്നത്. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, യേശു മാനവകുലത്തിന്റെ രക്ഷകനാണ്. ഇച്ചിരി ഒരു നല്ല ഹല്ലേലൂയ പറയാറുന്നല്ലേ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജന വാഴ്ത്തും നാമം. ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജന വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിയിടും തിരുമുൻപിൽ വല്ലഭത്വം. ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്ക, എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ കയ്യൊന്നുയർത്തി പിടിച്ച്. അന്യനെന്ന മേലെഴുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ. ഓ എല്ലാ നാമത്തിലും മേലായ ഭക്തർ ജനം തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ശ്രീയേശുനാമം അതിശയനാമം, ഏഴേരിക്കുന്ന നാമം. പാപപരിഹാരാത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ശേഖരിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കുന്ന നാമം. അന്ന് നമ്മുടെ സഭകൾക്ക് വളരെ നിർബന്ധമായി സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു ജോലി ഉണ്ടായിരുന്നു. ഞായറാഴ്ച പാസ്റ്ററേജിൽ പാസ്റ്റർ മാമ സഭായോഗം കഴിഞ്ഞ് ഒരു 10 സഹോദരന്മാർക്കുള്ള ചോറ് അവിടെ ഉണ്ടാക്കും. എൻ്റെ പൊന്നു ദൈവമേ, ഞാൻ കുറേ വർഷത്തിന് മുമ്പത്തെ കാര്യം, എൻ്റെ വണ്ടി തല്ലി പൊളിക്കരുത്. ഒന്നാമത് ടെന്നീസ് എൽബോ ആയിട്ടിരിക്കുന്നത് എന്നെ കൊണ്ടവൻ കഞ്ഞി വെപ്പിക്കാൻ വരുവാ. ഇവനൊക്കെ വേറെ സുവിശേഷം പറഞ്ഞു വെച്ച് പോയാൽ പോരെ. ഓ ഒന്ന് പോകുന്നേ, നിങ്ങൾ എടുക്കണ്ട. ഈ 10 സഹോദരന്മാർക്ക് ഇച്ചിരി വലിയ കറിയൊന്നും കാണത്തില്ല, ഒരു പച്ചത്തക്കാളിയുടെ തോരനും ഏതാണ്ടൊരു സാധനമൊക്കെ. അതല്ലേ ഈ ബൈബിൾ കോളേജിൽ ചർച്ചിൽ നിന്ന് കഴിച്ചാൽ ഭയങ്കര രുചിയാണ്. അതുകൊണ്ട് എന്നെ ക്രുദ്ധിച്ച് നോക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാം കൂടെ വട്ടം കൂടി ഒരു പരസ്യത്തിന് പോകുന്നുണ്ട്. റോട്ടിൽ നിന്ന് വെച്ച് ലോകബന്ധം കയ്യോ, ആ പാട്ടൊക്കെ കേട്ടിട്ട് എത്ര നാളെയല്ല. ലോകബന്ധം കൈവഴിയും, ദേഷിച്ച് നിന്നെ പുറന്തള്ളും, തകർന്ന നിന്റെ അന്തരാത്മ ഖേദം നീക്കും, കടന്നു വാ യേശു വിളിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ റോട്ടിൽ നിന്ന് അടിയിച്ചങ്ങ് പാടും. അങ്ങനെ വീട് അന്തരം കയറും. അങ്ങനെ സുവിശേഷീകരണമുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ കുറഞ്ഞിരിക്കുന്നു എന്നെ എൻ്റെ മനസ്സ് പറയുകയാണ്. ഈ ഭയങ്കര പാട്ടും ഭയങ്കര പ്രാർത്ഥനയും, പക്ഷേ സുവിശേഷീകരണത്തിൻ്റെ ആ സെല്ല് മാത്രം വർക്ക് ചെയ്യുകയില്ല. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്കറിയാം. കൊച്ചിനെ പ്രസവിക്കാത്തൊരു സ്ത്രീയെ ലോകം മച്ചിയെന്ന് വിളിക്കുന്നെങ്കിൽ ആത്മാക്കൾ ജനിക്കാത്ത സഭയ്ക്ക് നിങ്ങൾ പേരിട്. 3 വർഷം തികയുന്ന സെക്രട്ടറിയുടെ ഒരു കൊച്ചിനെയും ഖജാഞ്ചിയുടെ 2 കൊച്ചിനെയും പിടിച്ച് മുക്കിച്ച് രക്ഷപ്പെടുന്നതല്ലല്ലോ കർത്താവിൻ്റെ വേല. അലയേണ്ട ആവശ്യമുണ്ട്. പൗലോസ് മെലിത്തെ ചെന്നപ്പോഴേ പാമ്പ് കടിച്ചു. നമ്മൾ ഒരിടത്ത് ചെന്ന് 15 വർഷമായിട്ട് നീർക്കോലി പോലും കഴിച്ചിട്ടില്ല. പാമ്പിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുൽപ്പിറ്റെന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ കഴിക്കാൻ. ഞാൻ ഈ പൊതുവിലൊരു കാര്യം, ഇവിടെ ദേവദാസന്മാരൊക്കെ അധ്വാനിക്കാതൊന്നും ഞാൻ സഭാചാരത്തിലായിട്ട് ഇത് 29ാമത്തെ വർഷം 28ാമത്തെ വർഷമാണ്. ഇപ്പം ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്. ഇത് ഒരു സഭയും 200 സഭയിലോട്ടല്ല ഞാൻ പോയത്. ഇപ്പം മറനാട് നടക്കുന്ന സഭ വരെ പ്രവർത്തിച്ചുണ്ടായ സഭകളാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രസവ വേദനയും അതിൻ്റെ ആ വെപ്രാളവും അതിൻ്റെ ആ പരവേശമൊക്കെ എനിക്കിപ്പോഴും അറിയാം. അതുകൊണ്ട് സഭയിൽ ഒരാൾ ഇപ്പം കൈയടിക്കാതിരുന്നാലും കൈയടിക്കാൻ പറഞ്ഞു വഴക്കൊക്കെ പറയുമെങ്കിൽ പിന്നെ ലാസ്റ്റ് ചെവിച്ചതിന് അടിച്ചില്ലേലും അച്ചടിഞ്ഞ് വരണമെന്ന് പറയും. കാര്യം ആ കസേര ഇരിക്കാൻ വേറെ ഒരാളില്ല. അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഈ ഒത്തിരി ആരാധിക്കുന്നവരൊന്നും പന്തലിന് കാലും കുഴിച്ചിടുകയില്ല, ബോക്സേലും പിടിക്കുകയില്ല. ഈ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ ആ കാര്യത്തിനൊക്കെ ഒത്തിരി ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും കളയുകയില്ല. ഹല്ലേലൂയ. ഈ പണ്ട് കിഴക്കമ്മലയിൽ ഒരു ചർച്ച് പണിയാൻ വേണ്ടി സഭയിലെ 8 സഹോദരന്മാർ കവുങ്ങ് വെട്ടാൻ വേണ്ടി കാട്ടിൽ പോയി. നല്ല നീളമുള്ള കവുങ്ങ് വെട്ടാൻ വേണ്ടിയിട്ട്
വലിയ മണറാട് പള്ളിയിലെ കൊടിമല പുറത്ത് നീണ്ട കവങ്ങും വെട്ടിക്കൊണ്ട് 8 പേരും കൂടെ കാട് വഴി ക്രോസ് ചെയ്ത് ഒരു കണ്ടത്തിലെ ചെളിക്കാത്തൂടെ നടന്നു വേണം ചർച്ചിന്റെ മുറ്റത്ത് കൊണ്ട്. അപ്പോൾ ഈ കണ്ടത്തിനകത്തിന്റെ ചെളിക്കാത്തൂടെ നീന്തി ചർച്ചിന്റെ മുറ്റത്ത് കൊണ്ട് കവുങ്ങിട്ടപ്പോൾ 7 പേരുടെ കാലം ചെളിയുണ്ട്, ഒരുത്തന്റെ കാലം ചെളിയില്ല. ഇയാൾ വെട്ടാൻ പോയതുമാണ്, കവുങ്ങ് ചോന്നതുവാ, കാലേ ചെളിയില്ല. എല്ലാവരുടെ കൂടി 7 പേരുടെ പുള്ളിനെ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു, ബ്രദറെ ക്ഷമിക്കണം, ചെളി വരുന്നത് വരെ ഞാൻ ചുമന്നു, ചെളി വന്നപ്പോൾ ഞാൻ കവുങ്ങലങ്ങ് തൂങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം കവുങ്ങ തൂങ്ങികളുണ്ട്, നമുക്കറിയാം. ഒരു എന്നോട് വിശേഷം എന്ന് പറഞ്ഞാൽ ചൈനയെ ദൈവം തൊടാൻ പോകുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഉണർവ് വരാൻ മതി. എടാ നിന്റെ തൊട്ടപ്പുറത്തൊരുത്ത കെട്ടി തൂങ്ങാനിരിക്കുക. അഫ്ഗാനിസ്ഥാനിലെ കാര്യം വിട്, അയാളോട് ചെന്നേച്ച് പറ യേശു ഉണ്ടെന്ന് പറ. ഞാൻ ഈ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇൻസൾട്ട് ചെയ്യാനല്ല, ഇല്ലെങ്കിൽ നമ്മുടെ സഭകളൊക്കെ മുരടിക്കും, ഇതെല്ലാം ചുരുങ്ങും. സ്തോത്രം സ്തോത്രം. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹോള് പണിയാൻ വേണ്ടി 5 ലോഡ് കട്ട ഇറക്കി, 2 ലോഡ് സിമെന്റ് ഇറക്കി, 1.5 ലോഡ് കമ്പി ഇറക്കി. ചർച്ചിൽ കൈവിട്ടു പോകുന്ന പിള്ളേർക്ക് വേണ്ടി ഒരു യോഗം വെക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, ആക്ഷരിക കെട്ടിടങ്ങളെക്കാൾ സഭ ആത്മാവിൽ പണിയപ്പെടുന്നതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അന്ന് രാത്രി എൻ്റെ അപ്പനെ 200 രൂപ വിലയുള്ള ഒരു കസേര ഇരുത്തി ചുമന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് രാത്രി എൻ്റെ അപ്പനെ യേശു തൊട്ടു. അന്ന് രാത്രി. കഴിഞ്ഞ 40 വർഷമായിട്ട് സുവിശേഷത്തിന്റെ രഥം ഓടുകയാ. ആ ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. മർക്കോസ് 2 വന്ന് വളരെ സിമ്പിളായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു. എത്ര പേര് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്? മർക്കോസ് 2 ചരിത്രം നിങ്ങൾക്കറിയാം. മർക്കോസ് 2 ഒരു പെറ്റ് സ്കാനിലേക്ക് കയറ്റിവിട്ടാൽ ഒരു 6 കൂട്ട കാര്യം പെട്ടെന്ന് പറയാം. 1, കഫർനഹൂം എന്നൊരു പട്ടണം. 2, നീരാളി പിടിക്കുന്നത് പോലെ രോഗത്താൽ പിടിക്കപ്പെട്ട് തുരുമ്പടിച്ചൊരു ഇരുമ്പ് തന്നെ പോലെയോ കാവ് പിടിച്ചൊരു പാത്രം പോലെയോ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തുരുമ്പിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ പേര് പക്ഷപാതക്കാരെന്ന് കൊടുത്തോളൂ. 3, തകർന്നുപോയ ഒരുത്തന് വേണ്ടി അവനെ ചുമക്കാൻ കൈകോർത്ത 4 പേര്. ഒരുത്തനെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഒരു മനസ്സോടെ നീങ്ങിയ ഒന്ന് പറ 4 പേർ. അടുത്തത്, അവൻ സൗഖ്യമാകുന്നെങ്കിൽ എന്റെ വീട് പൊളിക്കാനും ഞാൻ തയ്യാറെന്ന് പറഞ്ഞ സ്വന്തം വീടിനേക്കാൾ തകർന്നവന്റെ രക്ഷയ്ക്ക് വില കൊടുത്ത ഒരു മനുഷ്യൻ, ഒരു വീട്ടുടമസ്ഥൻ. അടുത്തത്, വീട്ടിൽ ചെല്ലാൻ തയ്യാറായ യേശു. അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമർശിക്കുന്ന ശാസ്ത്രിമാർ എവിടെയുണ്ട്. 1, കഫർനഹൂം എന്ന് പറയുന്ന പട്ടണം. 2, സ്വപ്നങ്ങൾ തുരുമ്പിച്ചു പോയ ഒരു പാവം മനുഷ്യൻ, പക്ഷപാതക്കാരൻ. 3, അവനെ ചുമക്കാൻ കൈകോർത്ത 4 പേര്. അടുത്തത്, അവൻ സൗഖ്യമാകുന്നെങ്കിൽ എന്റെ വീട് പൊളിയട്ടെന്ന് പറഞ്ഞ 1-2 കാര്യം വിശദീകരിച്ചിട്ട് പ്രാർത്ഥിക്കാം. 1, കഫർനഹൂം എന്ന് പറയുന്ന പട്ടണം, കോട്ടവട്ടം എന്ന് പറയുന്നത് പോലെ, പുനലൂർ എന്ന് പറയുന്നത് പോലെ, അഞ്ചൽ എന്ന് പറയുന്നത് പോലെ ഒരു പട്ടണം. ഏത്? കഫർനഹൂം. വളരെ ഗൗരവമുള്ള 2 കാര്യം ഇന്ന് രാത്രി പറയാം. 1, ഒരു ശതാധിപന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ശതാധിപൻ അദ്ദേഹം യേശുവിന്റെ അടുക്കൽ ഓടി ചെന്നിട്ട് പറയുകയാ, എന്റെ ദാസന് ദീനമായി കിടക്കുക. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും? എന്റെ ദാസന് ദീനമായി കിടക്കുക, നീ വന്നവന് സൗഖ്യമാക്കണം. യേശുവിനോട് ശതാധിപൻ എന്ന് പറയുമ്പോൾ ആ പട്ടണക്കാർ മുഴുവൻ ഇളകി വെച്ച് പറയുകയാ, അവൻ യോഗ്യനാണ്. ആരാ യോഗ്യൻ? ശതാധിപൻ യോഗ്യനാ. എന്നിട്ട് യോഗ്യതയെ കുറിച്ച് പറയുന്നത്, അവൻ ഞങ്ങൾക്കൊരു പള്ളി തീർപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ? അവൻ യോഗ്യൻ. ആരാ യോഗ്യൻ? പറ. ശതാധിപൻ. എന്താ അവന്റെ യോഗ്യത? അവൻ ഞങ്ങൾക്ക് ഒരു പള്ളി തീർപ്പിച്ചു തന്നിട്ടുണ്ട്. യേശുവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ യേശുവാണ്. ബൈബിൾ പറയുന്നു, കുഞ്ഞോടെ നീ യോഗ്യൻ. എന്നാൽ ഈ നാട്ടുകാർ പറഞ്ഞു, യോഗ്യനെ കാണാൻ യേശു അവന്റെ വീട്ടിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, ഒന്ന് പോകാൻ തയ്യാറായി. എന്റെ ദൈവദാസന്മാര് അവന്റെ ഗേറ്റിന്റെ വാതിൽക്കൽ ചെന്നപ്പോ അവൻ ഓടി വന്ന് യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ചു പറയാ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ 1-ാമത്തെ ദൂത്, നാട്ടുകാരുടെ മുമ്പിലുള്ള യോഗ്യത പോരാ, യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ ആ കരമൊന്ന് ഉയർത്തി ഹല്ലേലൂയ പറയാമോ? പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ കളിപ്പിക്കുന്ന യോഗ്യത പോരാ, യേശുവിന്റെ കണ്ണിന് മുമ്പിൽ നിൽക്കാൻ. 2-ാമത്തെ ഭാഗം ഞാൻ പറയാം. ആമേൻ. അത് ഇത്തിരി ഗൗരവമായി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്നാ വിചാരിക്കുന്നത്. എത്ര പേരാ? 2-ാമത്തെ കാര്യം, നീയോ കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും സഹായിക്കേ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. അടുത്ത വാക്ക്, അവർ മാനസാന്തരപ്പെടാകയാൽ
അവൻ അവരെ ശാസിച്ചു തുടങ്ങി. കഫർനഹൂമിന്റെ രണ്ടാമത്തെ പ്രത്യേകത, സ്വർഗദാസന്മാർക്ക് കയറിയ കണ്ണൂക്കാരൻ വി എ തോമസ് സാറിനെ ആമേ കുപ്പിച്ചില് പൊട്ടിച്ച പോലെ ശബ്ദമുള്ള ആ ബലഹീനമായ ശരീരമുള്ള ആ ദൈവമനുഷ്യൻ സ്റ്റേജെ കൊണ്ട് പിടിച്ചു നിർത്തിയാൽ ഇറങ്ങി വരുന്ന ദൂത് ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ള അസ്ത്രത്തെക്കാൾ മൂർച്ചയാണ്. നമ്മളെപ്പോലെ ധോരണിയായി പ്രസംഗിച്ച് ജനത്തെ കൈയടിപ്പിക്കുകയല്ല അദ്ദേഹം പെറുക്കി സംസാരിക്കുന്നയാളാ. ആമേൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടെ ഇന്ന് രാത്രി എന്റെ പ്രസംഗ വിഷയം വീണ്ടും ജനനം. കേട്ടോ, ഇങ്ങനെ പെറുക്കുക എന്ന് പറഞ്ഞാൽ ഗുണം വരാനുള്ളവൻ അന്ന് രാത്രി ഗുണം വരും. വീണ്ടും ജനനം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ ചവിട്ടുപടി മാനസാന്തരമാണ്. ഈ ദൂതൊന്നും പെന്തിക്കോസുകാർക്ക് കയ്യടി വരുന്നതല്ല. ആമേൻ. ആ ദൂത് ഏതെങ്കിലും റബ്ബറിന്റെ കമ്പെ തട്ടി നിൽക്കട്ടെ, എന്നിട്ട് ആരെങ്കിലും മണ്ടയ്ക്ക് വീണിട്ട് ആരെങ്കിലും ഗുണം വരട്ടെ. ഹല്ലേലൂയ. സുവിശേഷ യോഗമല്ലേ? കേൾക്കുന്നുണ്ടോ? മാനസാന്തരപ്പെടുക. ഒരു ധനവാന്റെയും ഒരു ലാസറിന്റെയും ചരിത്രം ബൈബിളിൽ പറയുന്നുണ്ട്. ധനവാന്റെ പേരില്ല, ലാസറിന്റെ പേരുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ കോടീശ്വരന്റെ പേരില്ല, പുഴുത്തവന്റെ പേരുണ്ട്. ആരാണ്ട് ദൈവത്തോട് ചോദിച്ചു, അതന്നെ അയാളുടെ പേര് എഴുതാഞ്ഞത്, ലാസറിന്റെ പേര് എഴുത്. കർത്താവ് പറഞ്ഞു, ഇങ്ങോട്ട് വരാനുള്ളവന്റെ പേര് എഴുതിയാ പോരെ, അവൻ അവിടെ കൊണ്ട് തീരാനുള്ളവനാ. ഹല്ലേലൂയ. ധനവാന്റെ പേര്. ആഡംബരത്തോടെ സുഖിക്കുന്ന ധനവാൻ, അവന്റെ വീടിന്റെ വാതിക്കൽ എന്നോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? പുഴുത്ത് കിടക്കുന്ന ഒരു ലാസർ. എനിക്ക് ഈ ധനവാനോട് സത്യത്തിൽ ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ധനവാന്റെ ലക്ഷണം എന്താ? ദുർഗണ പരിഹാര പാഠശാലയെ പോലെ 9 കട്ട കെട്ടിയ ആകാശം മുട്ട നിൽക്കുന്ന ഒരു മതിലും ഒരു ഭയങ്കര ഗേറ്റും, എന്നിട്ട് ആ ഗേറ്റിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതിന്റെ മലയാളം കടിക്കുകയും മാന്തുകയും ചെയ്യുന്നവർ ഇതിനകത്തോണ്ട് സൂക്ഷിച്ചേ കയറാവുള്ളെന്ന്. ഹല്ലേലൂയ. ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും എന്നെ ഒന്ന് സഹായിക്കുന്നത് അങ്ങോട്ട് മനസാക്ഷിയുള്ള മനുഷ്യൻ. എന്നിട്ട് ഇനി ധനവാൻ ഇത്രയും കോടീശ്വരൻ ഏതായാലും ചാവാലി പട്ടിയെ വളർത്തുമെന്ന് എനിക്ക് ചിന്തയില്ല. ഞാൻ ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ പട്ടി ഏസിക്കകത്ത് അച്ചാനും അമ്മയും ചൂടത്തു. എന്തൊരു ഗതികേടാന്ന് ആലോചിക്കുക. പാട്ടിക്ക് കിടിലൻ കോഴി ചൂടാക്കി കൊടുക്കുമ്പോൾ അച്ചാനും അമ്മയും കൂടെ പാവയ്ക്ക പിഴിഞ്ഞു കുടിച്ച് മഞ്ഞളിച്ചിരിക്കുക വീടിന്റെ തിണ്ണൽ. ഒയ്യോ സ്തോത്രം. എന്തൊരവസ്ഥ. ഒരു ധനവാൻ പട്ടിയെ വളർത്തിയാൽ നല്ല അത്യാവശ്യം നല്ല പട്ടിനെ വളർത്തും. ആ പട്ടിയോട് അവന്റെ മുറിവിൽ നീ ഒന്ന് നക്കിക്കൊടുക്ക്, നിന്റെ അരമുള്ള നാക്കുകൊണ്ട് അവന്റെ ചൊറിച്ചിൽ മാറുന്നെങ്കിൽ മാറട്ടെന്ന് ചിന്തിച്ച ധനവാൻ അത്ര ക്രുക്കിടല്ല. പക്ഷേ കോട്ടപ്പെട്ടവേ, കോടീശ്വരനും മരിച്ചു, തിണ്ണേ കിടന്നവനും മരിച്ചു. ഇന്ന് രാത്രി സകല ആളുകൾ ഓർത്തോണം, മരണത്തിന്റെ കരിങ്കൊടി നിന്റെ നേരെ വരുമ്പോൾ ഒളിക്കാൻ ഈ ലോകത്തിൽ സ്ഥലമില്ല. എന്നാൽ ഞാൻ മരണത്തെ കുറിച്ച് ഒരു വാക്ക് പറയാം. സഹോദരന്റെ ദേഹവിയോഗത്തിൽ മനം നൊന്ത് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന മോശ 90-ാം സങ്കീർത്തനത്തിൽ മരണത്തെ കുറിച്ച് 3 വെളിപ്പാട് പറഞ്ഞു. 1, മരണം അവരെ ഒഴുക്കിക്കളയുന്നു. 2, മരണം അവരെ അരിഞ്ഞു വീഴ്ത്തുന്നു. 3-ാമത് മോശ തന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞത്, എന്നെ ഒഴുക്കുകയല്ല, എന്നെ അരിയത്തുമില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറിയാൽ 80. അതിന്റെ പ്രതാപ ദുഃഖവും സങ്കടമാണ് അടുത്തത്. അത് വേഗം തീരും. ഞങ്ങൾ പറക്കുകയാ. കയ്യൊന്ന് ഉയർത്തിയ നാമേൻ പറഞ്ഞിട്ട്, ഒരു നീതിമാനെ വെട്ടിയിടുകയല്ല, അവൻ പറന്ന് കേറുകയാ. ഹല്ലേലൂയ. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ നോട്ടം കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാം അറിയാം. ധനവാൻ യാതനാ സ്ഥലത്ത്, ലാസർ അബ്രഹാം പിതാവിന്റെ പടി. അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ. നമ്മുടെ പരിശോധന പാട്ടാ. നരകവാസം എങ്ങനെയോ ഞാനതറിഞ്ഞില്ലേ, ദൈവമൊരുക്കിയ പാതാള നരകം എത്ര ഭയങ്കരമോ. അത് പ്രത്യാശയോടെ പാടാൻ പറ്റിയ പാട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പാടിയത്. ഓ പുക വലിച്ചു ഞാൻ മദ്യലഹരിയിൽ മാന്യനായി നടന്നു, ഇപ്പോൾ പുകയും ഗന്ധകവും എൻ അകത്തും പുറത്തും പുഴു. തീജ്വാലയാൽ എന്റെ നാവ് വരളുന്നേ, ഒരിറ്റു വെള്ളം തരണേ. അബ്രഹാം പിതാവേ, ലാസറിൻ വിരൽ നോക്കി നാവിനെ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഇവിടെ ഒരുത്തന്റെ വായിക്കൂടെ പോകേറ്റ് മൂക്കിക്കൂടെ വിടണമെങ്കിൽ കാശ് മുടക്കണം, പിന്നെ കത്തിച്ച ചാഞ്ഞ് കിടന്ന് വലിക്കണം, കട്ടപ്പെട്ട് മൂക്കിക്കൂടെ വിടണം. നരകത്തിൽ ചെന്നാൽ നീ കത്തിക്കുകയും വേണ്ട, പുക ഏതിലേക്കൂടെ വേണേലും കയറി ഇറങ്ങി മൊത്തം ഒരു പുക മയമായിക്കോളും. ഹല്ലേലൂയ. നരകവാസം. തീക്കകത്ത് കിടന്നുകൊണ്ട് ധനവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാസറിനെ നാട്ടിലോട്ടൊന്ന് വിടാവോ, ചിലപ്പോൾ ഒരു മാനസാന്തരപ്പെടുമെന്ന്. അപ്പൊ ഈ ധനവാന്റെ സഹോദരന്മാരുടെ റേഞ്ച് കണ്ടോ? ജീവിച്ചിരിക്കുന്ന ഒരു ഉപദേശി പറഞ്ഞാൽ ഇവന്മാർ ഗുണം വരികയില്ല. കുഴി തുരന്ന് ഇയാൾ ചെല്ലാമെങ്കിൽ ചിലപ്പോൾ യുവമാര് അങ്ങനെ ഒരു സിസ്റ്റം ബൈബിളിൽ ഇല്ല. ബൈജു തങ്കച്ചൻ പാസ് പറയുന്നത് കേട്ടിട്ട് നിനക്ക് ഗുണം വരാക്കി വന്നാൽ മതി.
അച്ഛാ അതുപോലെ ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. ഒറ്റ വാക്യം പറഞ്ഞേക്കാം, സമയം പോകുന്നു. നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് ചെന്നു. ഇതൊക്കെ സുവിശേഷങ്ങൾ നിർബന്ധമാണ് പ്രിയരെ, നിർബന്ധമാണ്. ആ മൗനം ഞാൻ അങ്ങ് ആഘോഷിക്കുക. ആ മൗനം ഞാൻ അങ്ങ് ആഘോഷിക്കുക. കാര്യം 12 ഇളക്കമുണ്ടായി അടുത്ത വർഷത്തേക്ക് ഡേറ്റ് കിട്ടും. പക്ഷെ ഇതിനകത്ത് ഇരിക്കുന്നവൻ മുടിഞ്ഞു പോകും. ഹല്ലേലൂയ. അവിടെ കത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറെ പേര് കത്തും. ഇവിടെ നിക്കോദിമോസ് യേശുവിന്റെ അടുത്ത് ചെന്നു. യേശുവിന്റെ അടുത്ത് ചെന്നേച്ച് യേശുവിനോട് പറയാ, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഈ പുള്ളി യേശുവിനെ അങ്ങ് തെള്ളി മറിക്കുക. യേശു അയാളുടെ മുഖത്ത് നോക്കി വെച്ച് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല, ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റുകയെന്ന് പറഞ്ഞു. നിങ്ങളെ ചോദ്യവും മറുപടി, ചോദ്യം കിഴക്കോട്ടും മറുപടി പടിഞ്ഞാട്ടും പറഞ്ഞു തരാം. ദൈവമേ സമയം പോലെ കർത്താവ്. ഞങ്ങളുടെ കുമരകത്ത് ചെവി കേൾക്കാൻ മേലാത്ത 2 അപ്പച്ചന്മാരുണ്ടായിരുന്നു. 2 അപ്പച്ചന്മാർ, 2 പേർക്കും ചെവി കേൾക്കാൻ മേലാത്തവരാ. അപ്പോൾ ഒരാൾ ചന്തയിലോട്ട് പോകുന്നു, ഒരാൾ ചന്തയിൽ നിന്ന് മീനും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. മീനും വാങ്ങിച്ചുകൊണ്ട് വരുന്ന പുള്ളിയോട് ചന്തയിലോട്ട് പോകുന്ന പുള്ളി ചോദിക്കുന്നു, മത്തി മാത്രമേ ഉള്ളൂ അതോ അയില ഉണ്ടോ എന്ന്. അന്നേരം ചന്തയിൽ നിന്ന് വരുന്ന പുള്ളി പറയാ, ഇത്തവണ ഒരു വെള്ളം കൂടുതലായതുകൊണ്ടാണ് നെല്ലിന്റെ ഓല പഴുത്ത് നിൽക്കുന്നത്, യൂറിയ ഇട്ടാൽ മതിയെന്ന്. അന്നേരം മറ്റേ പുള്ളിയോട് ചോദിക്കുക, തുണ്ടമ്മയും വല്ലോ ഇരിപ്പുണ്ടോ എന്ന് ചന്തയിൽ. അന്നേരം ഈ പുള്ളിയുടെ മറുപടി, ആമേ യൂറിയ കിട്ടുന്നില്ലെങ്കിൽ നീറ്റുകക്ക ഇട്ടാൽ മതി, പുളി മാറിക്കോളുമെന്ന്. ഇവർ 2 പേരും 10 മിനിറ്റ് വർത്താനം പറയുന്നു, സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. ഈ ചെവി ഉള്ള വയ്ക്കുന്നത്. കാര്യം ഇത് രണ്ട് ഏറിയൊക്കെ സാധനം പോയത്. ഇതുപോലെ തന്നെ നിക്കോദിമോസ് യേശുവിനെ തെള്ളിയെന്ന്. ഹല്ലേലൂയ. അയ്യോ, നമ്മളാരെങ്കിലും ആണെങ്കിൽ അടുത്ത ആഴ്ച അയാൾ സെക്രട്ടറിയാ, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അയാളുടെ മുഖത്ത് വെച്ച് പറയാം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്വർഗത്തിൽ കയറ്റുകയില്ല. നിങ്ങൾ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഇനി ഒരു പെട്ടെന്ന് അങ്ങ് നിർത്താം. ആമേ. ഈ നിക്കോദേമോസിന്റെ കൈക്ക് യേശു ഇങ്ങനെ കയറി നിക്കോദിമോസിന്റെ കയ്യിലോട്ടൊന്ന് കയറി ഇനി കയ്യെ പിടിക്കാൻ പറ്റിയ ഒരു ഉദ്ദേശമില്ല. കുഞ്ഞുവച്ചനൊക്കെ ഞാൻ ഒത്തിരി വർഷമായിട്ട് കാണുന്ന നല്ല പ്രായമുണ്ട്. അവരൊക്കെ എഴുന്നേപ്പിച്ച ദൈവസ്ഥ അച്ഛൻ എന്നോട് 1 മിനിറ്റ് നിൽക്കാൻ പറ്റും വെച്ചാൽ ഒരു മിനിറ്റ് നിൽക്കാം, കുഴപ്പമുണ്ടോ? യോഗ അവൻ എന്നെ പിടിച്ച് നോക്കി, ഞാൻ ആരാ അവനെ കളിപ്പാവയാണെന്നൊക്കെ ചോദിക്കുമോ? ഇല്ല അച്ഛാ ചോദിക്കരുത്, ഞാൻ പാവാണ് കേട്ടോ. ശ്രദ്ധിച്ചാൽ ഇപ്പം നിർത്താവേ. ഈ യേശു നിക്കോദിമോസിന്റെ കയ്യിൽ ഇങ്ങനെ തൊടുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വല്ലാത്ത പ്രശ്നമുണ്ട്. നമ്മുടെ കർത്താവ് ആൽഫ ഒമേഗ, ആദി അന്തം തുടക്കം ഒടുക്കുക. അത്തിയുടെ മേലിരിക്കുന്ന സഖായിയെ പൊക്കും, കീഴിരിക്കുന്ന നദനേലിനെ പൊക്കും, സ്വോത്രം പറഞ്ഞു സ്വോത്രാഴ്ച പൊക്കുന്ന അനന്യാസിനെ പൊക്കും, ഗലീലക്കടലിൽ അടിക്കൂടെ പോകുന്ന മീൻ്റെ വായിലിരിക്കുന്ന ചതുർദ്രമ പണം, കരയ്ക്ക് നിന്നും തലയിന്ന് കൊഴിയുന്ന മുടിയെണ്ണും 5ാമത്തെ കുരിയിൽ താഴെ വീഴാൻ പിടിക്കും. അങ്ങനെ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെ ഉണ്ട്. അപ്പം ഈ കർത്താവ് ഇങ്ങനെ ഒരാൾക്ക് കൈകൊടുത്താലുള്ള കുഴപ്പം, ബൈപ്പാസിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ കർത്താവിനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ കൃപ നമുക്ക് കിട്ടാതിരിക്കുന്ന നല്ലത്. ഒരുമാതിരിപ്പെട്ട ഒരുത്തനും കൈ കൊടുക്കാൻ പറ്റുകയില്ല. കാര്യം മൊത്തം അറിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കൈ കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ യേശു നിക്കോദിമോസിന്റെ കയ്യെ പിടിക്കുക വെച്ചാൽ നിങ്ങൾ ഗൗരവമായിട്ട് കേൾക്കണം, ഞാൻ തമാശക്കല്ല നിൽക്കുന്നത്. നിക്കോദിമോസിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ യേശുവിനെ കാണാം. യേശുവിന്റെ ബോഡി ക്രൂശിൽ നിറക്കാനുള്ളവൻ അയാള്. യേശുവിന്റെ ബോഡി ക്രൂശ് നിറക്കാനുള്ള ആളായി നിൽക്കുന്നത്. ആമേൻ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോക ചരിത്രത്തിൽ ക്രൂശ് റോമാക്കാരുടേതല്ല, ക്രൂശ് യഹൂദന്റേതല്ല, ക്രൂശ് ഫിനീഷ്യ സംസ്കാരമാണ്. യേശു കർത്താവിന് 400 years ബാക്ക്, 400 വർഷത്തിന് മുമ്പ് ക്രൂശുണ്ട്. ക്രൂശിനെ കുറിച്ച് വിശാലമായ ചരിത്രമുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. പറയാൻ നേരമില്ലാത്തത് കൊണ്ട് ആമേൻ. ചതുരപടിമുള്ള ആണുകളിൽ ഒരാളെ തൂക്കിക്കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഒരാളെ ക്രൂശ് നിറക്കാറില്ല. ക്രൂശ് അവിടെ കിടന്ന് പുഴുത്ത് അഴുകി താഴെ വീണ് തീരുകയാ. ലോക ചരിത്രത്തിൽ ക്രൂശെ കയറിയിട്ട് ആണി ഊരിയ ഒറ്റയാളേ ഉള്ളൂ, അവന്റെ യേശുവാ. അവൻ ഇന്ന് രാത്രി എഴുവെച്ചോണം. എത്ര മുറുക്കെ തളച്ചാലും ഊരാൻ എന്റെ ദൈവം തീരുമാനിച്ചാൽ ആ കരമം അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി യോഗത്തിൽ പാതാള ഗോപുരങ്ങൾ തളച്ചത് ദൈവം ഇടപെട്ട് അഴിക്കാൻ പോകയാ. പെട്ടെന്ന് പറഞ്ഞേക്കാം, എനിക്ക് സമയം പോകുന്നു. സമയക്ലിപ്തത അനിവാര്യമാണ്. കാര്യം ഇന്ന് സമയം പാലിച്ചാലേ നാളെയുള്ള യോധന ആൾ വരുള്ളൂ. അല്ല പിന്നെ അവർ കേക്ക് പോകൂലെന്ന് പറയും യോധന. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ നിക്കോദിമോസ് യേശുവിന്റെ ബോഡി ക്രൂശ് നിറക്കി. ഞങ്ങളുടെ സഭയുടെ സെമിത്തേരി പരുത്തുംപാറയില്ല, 5ാമത്തെ നിലയാണ്. എൻ്റെ പാസ്റ്ററെ, ഇത് 50 മണിക്കൂർ പ്രസംഗിച്ചാലും അല്ലേലിയ പറയാത്ത ആളായി മരിച്ചു കിടക്കുന്നത്. പക്ഷേ ആ ക്രെയിനോട് കയറ്റി വെച്ച് ഒരു തുടലെ പിടിച്ചോ ഒറ്റ വലിക്കാൻ ഷൂക്ക് എന്ന് പറഞ്ഞത് മേടിച്ചല്ലോ. ഒരു തെള്ളിയാൽ SBTയുടെ ATM കാർഡ് ഇരിക്കുന്നല്ലോ അവിടെ ഇരിക്കും, അനങ്ങുകയല്ല. പക്ഷെ ക്രൂശെന്ന് ഇറക്കാനുള്ള ഉപകരണമില്ല. കാരണം ക്രൂശെന്ന് ഇറക്കാറില്ല. എനിക്കിന്നും അറിയത്തില്ല അവൻ നിക്കോദിമോസ് എങ്ങനെ ഈ ശരീരം ഇറക്കിയെന്ന്. കാര്യം താഴെ വീണാൽ അസ്ഥി ഓടിയും. ഈ ശരീരത്തിന്റെ അസ്ഥി പൊട്ടാൻ പാടില്ലാത്ത ശരീരമാണ് ക്രിസ്ത്യാനിറ്റി. ഇമ്മണി പാടാ ഒരു ആമയും പറഞ്ഞു നോക്കിയേ. എനിക്കറിയില്ല അച്ഛാ എങ്ങനെയോ ഈ പുള്ളി ആണി ഊരിയച്ച്. ഞാൻ പാസ്പോർട്ട് എനിക്ക് അത്ര പിള്ളേരാരെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇച്ചിരി വൃത്തിയായിട്ട് കാണിക്കായിരുന്നു. ഇല്ല, കുഞ്ഞാൻ വിളിക്കാറ്, കുഞ്ഞാൻ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നടക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു കെട്ടിപ്പിടുത്തം വേണ്ട. ഹല്ലേലൂയ. ആണി ഇങ്ങനെ ക്രൂശ കയറിയച്ച്, ചതുരപടിമുള്ള ആണി ഇങ്ങനെ ഊരിയച്ച്, ഈ ബോഡി ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. നിങ്ങൾ ഓർത്ത് നോക്കിയും 4 പേര് കൂടി ഡെഡ് ബോഡിയെ പിടിച്ച നടുവിട്ടു. 3.5 തിരുവയസിന്റെ ചോര വെട്ടി തിളക്കുമ്പോൾ മരിച്ചതാ. ആ ശരീരം നിക്കോദിമോസ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ദൈവദാസനെ സ്വർഗ്ഗം നിക്കോദിമോസിന്റെ ചെവി പറഞ്ഞ് മുറുക്ക പിടിച്ചോണം, ദൈവരാജ്യം നിന്റെ തോളിലിരിക്കുക.
ഭാരം ചുമക്കുന്ന ചിലരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങൾ ഒരു വാക്ക് കേട്ടോ, ഞാൻ നിർത്താൻ പോവുക. ഈ യേശുവിന്റെ ബോഡി ചുമക്കാനുള്ളവനോട് കർത്താവ് പറഞ്ഞത്, എന്റെ ബോഡി ചുമന്നാലും സ്വർഗത്തിൽ കയറാൻ പറ്റുകയില്ല, അവിടെ കയറണമെങ്കിൽ വീണ്ടും ജനിക്കണമെന്ന്. ഇന്ന് രാത്രി കോട്ടവട്ടം ദേശമേ, ആമേ, പള്ളിയിലെ ചുരോ സഭയിലെ പാസ്കോ 2 ചക്കരിയോ 10 നാടൻ ഏത്തക്കൊലയോ കൊടുത്ത് നിനക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ല സ്വർഗം. അവിടെ കയറാൻ വീണ്ടും ജനിച്ചേ മതിയാകൂ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അവിടെ കയറാൻ മാനസാന്തരമല്ലാതെ. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചന്മാർ ഈ ദൂതിന് ഇത്ര പ്രസക്തി കൊടുത്തത്. ചിലർക്ക് ഗുജറാത്തിലോട്ട് 500 ഷർട്ട് കൊടുത്തു വിട്ടാൽ അന്നേരം സ്വർഗത്തിൽ കയറ്റി വന്ന ചുമ്മാതെ ഉദ്ദേശിക്കുന്ന 4 ഏത്തക്കൊല കൊടുത്ത്, ഏത്തക്കൊലയൊക്കെ നിങ്ങൾ കൊടുക്കണം, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പറഞ്ഞു നിർത്താൻ പോവാം. ഒരാളെ കൊണ്ട് പ്രാർത്ഥിക്കാമോ? എനിക്കൊന്ന് ഫിംഗർ തരാമോ? എന്നെ കൂടെ നിൽക്കാമോ? പറഞ്ഞ് 4 പേര് ഒരാളെ ചോന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നു. ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കാവോ? പെരക്കകത്തോട്ട് കയറാൻ വയ്യ, പ്രാർത്ഥിച്ചോണ്ടിരിക്കാവോ? പ്ലീസ് പ്ലീസ്. വാതൊക്കെ പോലും ഇടയില്ല. അകത്ത് മുഴുവൻ ആള്, 1000 കോടി സൂര്യന്റെ തേജസ്സുള്ള ഒരാൾ അകത്ത് നിൽക്കുക. ഇതിന് ഈ ശരീരം ചുമന്നുകൊണ്ട്, ഈ വയ്യാത്തവനെ ചുമന്നുകൊണ്ട് വീടിന്റെ പുറത്ത് വന്നു. അകത്തോട്ട് കയറ്റാൻ മാർഗമില്ല. പുറത്തുനിന്ന് അവരുടെ തീരുമാനം, വീട് പൊളിക്കാം, വീട് പൊളിക്കാം. ലേവ്യ പുസ്തകത്തിലെ വാക്യമെടുത്ത് ശിശു പിടിക്കാൻ എനിക്ക് ആവേശമാണ്. ഐ എം സോറി. കോട്ടവട്ടം ഇവിടെ ഒരു വീട് പൊളിക്കണമെങ്കിൽ പഞ്ചായത്തിന് പെർമിറ്റ് മതി. പക്ഷേ യഹൂദന്റെ നാട്ടിൽ വീട് പൊളിക്കണമെങ്കിൽ ആ വീടിന് കുഷ്ഠം വേണം. ഒരു വീടിന്റെ ഭിത്തിയാൽ വടു കണ്ടാൽ വീട്ടുടമസ്ഥൻ പോയി പുരോഹിതനെ അറിയിക്കണം. പുരോഹിതൻ വീട്ടിൽ വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ, വീട്ടിൽ വരണം. എന്നിട്ട് ആ വടു പിടിച്ച ഭാഗം പുരോഹിതൻ ചുരണ്ടണം. ചുരണ്ടി അയാൾ നോക്കി ഇത് വീടിനുണ്ടാകുന്ന കുഷ്ഠം. അങ്ങനെ പറഞ്ഞാൽ നിഷ്കരുണം ആ വീട് പൊളിയപ്പെടും. അവിടെ എഴുതിയിരിക്കുന്ന വീടിന്റെ തടിയും വീടിന്റെ കല്ലും കുമ്മായവും എല്ലാം അവിടെ ഇടാതെ ചുമന്ന് പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ചുടണം. പലസ്തീനിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു വീട് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടിന് കുഷ്ഠമുണ്ട്. എന്നാൽ മർക്കോസ് 2 പൊളിഞ്ഞ വീട് കുഷ്ഠമുണ്ടായിട്ട് പൊളിഞ്ഞതല്ല, താൻ കുഷ്ഠമില്ലാതിരിക്കെ കുഷ്ഠമുള്ള വീട് പോലെ പൊളിയപ്പെട്ടതാ. എന്തിന്? മറ്റൊരുത്തന്റെ ഗതികേട് മാറ്റാൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ, പാപം ചെയ്യാതിരുന്നിട്ടും പാപി അല്ലാതിരുന്നിട്ടും പാപിയെ പോലെ മരിച്ച ഒരാളുണ്ട് ഭൂമധ്യഭാഗത്ത്. ആ ആള് നേരത്തെ പറഞ്ഞതാ, എന്റെ മന്ദിരം പൊളിക്ക്. യേശു എന്തിനാ തകർന്നെന്നറിയാമോ? അവൻ പാപിയായതുകൊണ്ടല്ല, പാപിയായ നിന്നെ രക്ഷിക്കാൻ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി 80 ആരും പോവല്ലേ, 80 കുതിരയുടെ ചാട്ടവാറുകളിട്ടായിട്ട് പിന്നി മൂളിപ്പറക്കുന്ന ചാട്ടയാൽ വേട്ടയാടി വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ ഏറ്റത്തായുധം കടിപ്പിച്ച് അലറിയടിച്ച് യേശുവിന്റെ മുതുകെല്ലാം ചാലുകൾ നീളത്തിൽ തീർത്ത് ഒലിവെണ്ണയ്ക്കകത്ത് പഴിപ്പിച്ചെടുത്ത ഒരു വലിയ മുൾക്കിരിയുടെ 162 മുറിവുകളുമായി തന്റെ തലയിലേക്ക് തുളഞ്ഞു കയറി പ്രാർത്ഥിച്ചു. All of you please close your eyes. ആപാദചൂടം തകർന്ന് നാണയത്തൊട്ട് ചേർത്ത് വെച്ച് മുഖരോമങ്ങൾ വലിച്ചു പറിച്ചു. ഇന്ന് രാത്രി നിന്റെ ഹൃദയ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കുക. സ്നേഹിത, പാപത്തിൽ ജീവിക്കുന്നവനെ നിനക്ക് വേണ്ടി അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിന്മാർഗേ നിന്ന് എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, ഉമ്മത നടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ. രാത്രി പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശാപത്തിൽ തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരുട്ടത്തോ റോട്ടിലോ വീട്ടിലോ സിറ്റൗട്ടിലോ, സ്നേഹിത, കണ്ടോ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു ശരീരം പാപിയായതുകൊണ്ടല്ല, നിന്റെ പാപത്തിന് വേണ്ടി അവൻ തകർക്കപ്പെടുകയാണ്, നിന്റെ ശാപത്തിന് വേണ്ടി അവൻ പൊളിക്കപ്പെടുകയാണ്. ഗലാത്യർ 3 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. എവിടെയെങ്കിലും നിന്നു യേശുവേ ഞാനൊരു പാപിയാണെന്ന് പ്രാർത്ഥിക്കാൻ, ഇന്ന് രാത്രി എനിക്ക് അങ്ങ് വേണമെന്ന് പ്രാർത്ഥിക്കാൻ, നിന്റെ മകനാകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പ് നിന്നോണ്ടെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, യേശുവേ എനിക്ക് അങ്ങ് വേണം, യേശുവേ എനിക്ക് അങ്ങ് വേണം, യേശുവേ എനിക്ക് അങ്ങ് വേണം, എന്റെ രക്ഷകനായിട്ട് അങ്ങ് വേണം, വീണ്ടെടുപ്പുകാരനായിട്ട് അങ്ങ് വേണം. ഇന്ന് രാത്രി എനിക്ക് അങ്ങ് വേണം. പാപത്തിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആമേ, എനിക്ക് അങ്ങ് വേണം.
ഇനി മദ്യപിക്കാൻ, ഇനി പാപത്തിൽ തുടരാൻ, MDMA തിന്നാൻ, കഞ്ചാവ് വലിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങ് വേണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ വചനം കേട്ടവർക്ക് സ്തോത്രം. കാഹളം ധരിക്കുന്നതിന് മുമ്പ് ഒരവസരം കൂടെ തന്നതിന് നന്ദിയപ്പ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ വലകை ഉയർത്തി പ്രാർത്ഥിച്ചേ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചിലരെ തൊടണമേ, ചിലരെ തൊടണമേ, ചിലരെ തൊടണമേ, ചിലരെ തൊടണമേ. ക്രൂശിലെ ചോര ചിലരെ തൊടണമേ. ആ നാമം ചിലരെ തൊടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് യേശുവിനൊന്ന് നന്ദി പറയാൻ. ഇരുന്നോളൂ. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശേഷാൽ ഇന്ന് രാത്രി ശക്തമായ ഈ ദൈവജനം നമ്മോട് സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുഭാഷ് കുമാരത്തോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ